വെളിപ്പെടുത്തണമേ ദൈവമേ, വെളിപ്പെടുത്തണമേ. പരമോന്നതമാം സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തണമേ ദൈവമേ, വെളിപ്പെടുത്തണമേ. പരമോന്നതമാം സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. തകർന്ന ജീവിതമുയർത്തിടും കൃപ വെളിപ്പെടുത്തണമേ. ഉലഞ്ഞ വഞ്ചിയിൽ ഉയർന്ന നിൻഹിതം വെളിപ്പെടുത്തണമേ. തകർന്ന ജീവിതമുയർത്തിടും കൃപ വെളിപ്പെടുത്തണമേ. ഉലഞ്ഞ വഞ്ചിയിൽ ഉയർന്ന നിൻഹിതം വെളിപ്പെടുത്തണമേ. പടുകുഴി തന്നിൽ തളർന്നു വീഴാതെ പരിശുദ്ധാത്മശക്തിയിൽ നിറഞ്ഞു വെളിച്ചമേകിടുവാൻ. പാരാവാരപ്പടുകുഴി തന്നിൽ തളർന്നു വീഴാതെ പരിശുദ്ധാത്മശക്തിയിൽ നിറഞ്ഞു വെളിച്ചമേകിടുവാൻ. മരിച്ചു വീഴും മനുജകുലത്തിനു ജീവൻ നൽകും നിൻ ശക്തിയെഴുന്നൽ സുവിശേഷത്തെ വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തണമേ ദൈവമേ, വെളിപ്പെടുത്തണമേ. പരമോന്നതമാം സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. ഗ്ലോറിയ 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 ഗ്ലോറിയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ടിരിക്കാം. നമ്മളങ്ങനെ ധ്യാനത്തിൻ്റെ ഏകദേശം അർദ്ധഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ ക്രിസ്തു വിചാരം നമ്മൾ 5 കടക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 21-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവൻ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ടിങ്ങനെ ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അതിനാഥനായ പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് ഈ ശിശുക്കൾക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നല്ലോ. അങ്ങ് ഈ ശിശുക്കൾക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നല്ലോ. അതെ പിതാവേ, അതായിരുന്നു അങ്ങയുടെ അഭീഷ്ടം. അതായിരുന്നു അങ്ങയുടെ അഭീഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായിരുന്നല്ലോ പിതാവേ അങ്ങയുടെ അഭീഷ്ടം. അഭീഷ്ടം. അതെ പിതാവേ, അതാണല്ലോ അങ്ങയുടെ ഇഷ്ടം. ഇഷ്ടം, ഹിതം. നമ്മളടുത്തതായിട്ട് ക്രിസ്തു വിചാരം 5, തിരുഹിതം. ബ്രാക്കറ്റിൽ കർത്താവിൻ്റെ ഇഷ്ടം, തിരുഹിതം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. ഇതിനെക്കുറിച്ചാണ് നമ്മളൊരല്പസമയം ധ്യാനിക്കുന്നത്. വരുന്ന ഏകദേശം 1 മണിക്കൂർ നമ്മൾ പിന്നിടുന്നത് അവിടുത്തെ അഭീഷ്ടം അന്വേഷിച്ചുകൊണ്ടാണ്. കർത്താവിൻ്റെ ഇഷ്ടം, ഹിതം എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുത്രൻ എപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ്. മറ്റാരുടെയും ഇഷ്ടമല്ല പുത്രൻ അന്വേഷിച്ചത്. പുത്രൻ എപ്പോഴും അന്വേഷിച്ചത് എൻ്റെ പിതാവ് എന്നോട് എന്താണ് പറയുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് പുത്രൻ ഭൂമിയെ പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, എന്തായിരുന്നു പിതാവിന് നമ്മളോടുള്ള ഇഷ്ടം? എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം?
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പിതാവ് ആദ്യമായിട്ട് മനുഷ്യരോട് അവൻ്റെ ഇഷ്ടം പറയുകയാണ്. എന്തായിരുന്നു പറഞ്ഞത്? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം നീ ഭക്ഷിക്കരുത്. അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. പിതാവ് പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കഴിക്കും, ഞാൻ പറയാത്തൊന്നും നിങ്ങൾ തിന്നണ്ട. എൻ്റെ ആജ്ഞയനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ പോയാൽ നിങ്ങൾക്ക് നല്ല വഴികൾ നിങ്ങളുടെ മുമ്പിൽ തെളിയും. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീഴുകയാണ്, അല്ലേ? മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഞാൻ ഓർക്കും, എന്തുകൊണ്ടാണ് ഹൗവ ഈ പഴം പറിച്ചു തന്നത് നിങ്ങൾക്കറിയുമോ? ആരാ ഈ പാപം കൈനീട്ടം വെച്ചത്? കൈനീട്ട കച്ചവടം ആരുടേതായിരുന്നു? നമ്മൾ ഈ ഗുജറാത്തികളിലൊക്കെ കടയിൽ ഞങ്ങൾ നോക്കി നിൽക്കും. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ അവരുടെ കടയിൽ ഞങ്ങൾ രാവിലെ പോയി കയറും. രാവിലെ പോയി കയറിയാലത്തെ പ്രത്യേകത എന്താണെന്നറിയോ? മുടക്ക് മുതലിനാണെങ്കിലും മുടക്ക് മുതൽ 50 രൂപ കുറച്ചാണെങ്കിലും അവൻ നമുക്ക് മുതൽ തരും. അവൻ പറയും ഇത് ബോണിയാണെന്ന് പറയും. എന്താണ് പറയുന്നത്? ബോണി മീൻസ് കൈനീട്ടം. നമ്മൾ കൈനീട്ടം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയ വിശ്വാസമാണ്. ആദ്യത്തെ ആൾ ഇറങ്ങിപ്പോയാൽ പിന്നെ അന്ന് വരുന്നവരെല്ലാം ഇറങ്ങിപ്പോകുന്നതാണ് അവൻ്റെ കണക്ക്. അതനുസരിച്ച് അവൻ എന്ത് ചെയ്യും? ഷൂവിനൊക്കെ 200 രൂപയൊക്കെ കുറച്ച് ഷൂ തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ അങ്ങനെ ഈ നോക്കി നിൽക്കും. അവൻ കട തുറക്കുന്നത് നോക്കി നിൽക്കും. എന്നിട്ട് ഓടി ചെന്ന് കടയിൽ കയറും. അവൻ എന്ത് ചെയ്താലും നമ്മളെ വിടുകയില്ല. എങ്ങനെയെങ്കിലും ഇവനിത് മുതലിൽ താഴെയാണെങ്കിലും ശരി നമുക്ക് തന്നേ വിടുകയുള്ളൂ. അപ്പോൾ ബോണി ആദ്യമായിട്ട് പാപത്തിൻ്റെ ബോണി നടത്തിയത് ആരായിരുന്നു? കൈനീട്ടം നടത്തിയത് ആരായിരുന്നു? ആരാ നടത്തിയത്? ആരാ ചേട്ടന്മാര് നടത്തിയത്? കൈനീട്ട കച്ചവടം ആരാ വെച്ചത്? ഹൗവ. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ പൊരിഞ്ഞ കച്ചവടം അല്ലേ? എന്തായാലും ശരി, കച്ചവടം നടത്തി കൈനീട്ടം വെപ്പിക്കുവാണെങ്കിൽ അവളെ കൊണ്ട് വേണം കൈനീട്ടം വെപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ഹൗവ ഇങ്ങനെ പാപം ചെയ്യാൻ കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? അതിനൊരു കാരണമുണ്ട്. കാരണം അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. ഹൗവ പാപം ചെയ്യാനുള്ള കാരണം. അതേ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വായിക്കുകയാണ്. എന്നാൽ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ ഭക്ഷിക്കരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതാ 18-ാം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. എന്താ കാര്യം നിങ്ങൾക്ക് പറയാമോ? ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ധ്യാനിച്ചിട്ട് പറഞ്ഞേ എന്താ കാരണം എന്ന്. കേട്ടില്ല? ദൈവഹിതം മറന്നു പോരാ, ക്ലിയർ ആയില്ല. ചെറിയ കാര്യമുള്ളന്നേ. ഹൗവയോട് പിശാച് ചോദിച്ചു, എടി മോളെ, അവളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പഴം എന്തെങ്കിലും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പഴം തിന്നരുതെന്നൊന്നും അല്ല കേട്ടോ. പാമ്പ് ചോദിച്ച കാര്യം, അവൾ ചിന്തിച്ച കാര്യമൊക്കെ വേറെ വേറെയാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം പാമ്പ് അവളോട് ചോദിച്ചത്, അല്ലെങ്കിൽ സാത്താൻ അവളോട് ചോദിച്ചത് പഴത്തെക്കുറിച്ച് സാത്താൻ അവിടെ സംസാരിച്ചിട്ട് പോലുമില്ല. അവൾക്ക് തോന്നിയതാണ് പഴത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് അവൾക്ക് തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഫലം തിന്നരുതെന്ന് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? പഴം തിന്നുന്ന കാര്യത്തെക്കുറിച്ചല്ല, ഫലത്തെക്കുറിച്ചാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം. കണ്ടോ അവർ തമ്മിലുള്ള ആശയക്കുഴപ്പം കിടക്കുന്നത് കണ്ടോ? ഫലം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഫലം. ഒരു പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഫലം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പഴത്തിൽ നിന്നും വൃക്ഷത്തെ അറിയാമെന്നല്ല പറഞ്ഞത്, ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയാം. പഴവും ഫലവും തമ്മിൽ വലിയൊരു ദൂരമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് ആരുടെയെങ്കിലും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരുടെയെങ്കിലും ആജ്ഞ അനുസരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ ഫലം. ആഫ്റ്റർ എഫക്റ്റിന്റെ പേരാണ് ഫലം. ഈ പാവത്തിന് ഇതൊന്നും തിരിഞ്ഞില്ല. അവള് പറഞ്ഞ എന്താ? നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചു നോക്കിയാൽ ഒരേ സ്ഥലത്താ രണ്ടും കിടക്കുന്നത്. അവള് പറഞ്ഞു, സാത്താൻ ചോദിച്ച ചോദ്യം ഇതാണ്, സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ആ പാവം പറഞ്ഞു,
തോട്ടത്തിലെ ഒരു വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിലെ നടുവിലുള്ള മരത്തിന്റെ പഴം മാത്രം പറിക്കുകയോ തിന്നുകയോ തൊടുകയോ പോലും അരുത്. കണ്ടോ, അവർക്ക് ആശയക്കുഴപ്പമുണ്ടായത് കണ്ടോ? ആ പാവം കരുതി എന്തോ പഴത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഓണം തന്നെ സാത്താൻ ഒരു മറുചോദ്യം ചോദിച്ചു, കുഞ്ഞുമോളി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ദൈവം അത്? അവള് പറഞ്ഞു അവളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ ഫലം നീ തിന്നരുത്. 18-ാം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നതൊന്നല്ല, അവന് ചേർന്ന് ഒരു ഇണയെ ഞാൻ നൽകും. ഈ കൽപ്പന പുരുഷന് നൽകിയതിന് ശേഷമാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപം അതിൻ്റെ സാഹചര്യം നോക്കി. എൻ്റെ പൊന്നു ചേട്ടാ, പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ നീ അടച്ചു കളയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് സമയം വരുമ്പോൾ ഒഴിവാകാമെന്നൊന്നും കരുതണ്ട. പാപം നിന്നെ വിഴുങ്ങിക്കളയും. അതുകൊണ്ട് പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും നീ ഒഴിവാകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ സാഹചര്യം ഉണ്ടായിട്ടും പാപത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അത് ദൈവത്തിന്റെ പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ സ്ത്രീ അത് പഠിച്ച്? പോട്ടെ, പാവം പെണ്ണിനെ എന്തിനാ പറയണത്? അതവിടെ ഇരിക്കട്ടെ. എൻ്റെ ആദം, നീ എന്തിനാണ് ഇത് തിന്നത്? ആദം എന്തുകൊണ്ട് ഫലം ഭക്ഷിച്ചു? അതിനൊരു കാരണമുണ്ട്. അവൻ തൻ്റെ ഭാര്യയെ, ദൈവത്തെക്കാൾ ഉപരിയായി അവൻ ഭാര്യയെ സ്നേഹിച്ചു. അവിടെ നിന്ന് 1-ാം പ്രമാണം പൊട്ടിപ്പുറപ്പെട്ടു. ദൈവത്തെക്കാൾ ഉപരിയായി ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ സമ്പത്തിനെയോ ഈ ഭൂമിയിലുള്ള എന്തിനേയും സ്നേഹിക്കുന്ന മനുഷ്യൻ അതൊരു പാപമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ എന്തിനെ സ്നേഹിച്ചാലും അവൻ പാപം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഫലം എന്നൊക്കെ പറയുമ്പോൾ അതിലിത്തിരി കാര്യമുണ്ടേ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? മനുഷ്യൻ ഏത് തിന്ന് ജീവിക്കേണ്ടവനാണ്? ചേട്ടന്മാർ പറയണത് എന്താണെന്നറിയോ? വെജിറ്റേറിയൻ ആണ്. നോൺ നമുക്ക് പറ്റിയല്ല, നോൺ പറ്റില്ല. ചേച്ചിമാർ പറഞ്ഞത് നോമ്പ് കാലത്ത് വെജിറ്റേറിയനും നോമ്പ് അല്ലാത്ത സമയത്ത് നോൺ വെജിറ്റേറിയനും ആകാം എന്നാണ് പറയുന്നത്. മനുഷ്യൻ ശരിക്കും എന്താണ്? നമുക്ക് ആദ്യം ചേട്ടൻ പറഞ്ഞ വെജിറ്റേറിയൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ കുഞ്ഞുമോളി കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചീരയാണ് ഇന്നത്തെ കറി. ചീരയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ എന്താ റബ്ബർ വെട്ടും കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഒട്ടുപാലൊക്കെ മേത്തുണ്ട്. കയ്യെന്ന് ഒട്ടുപാലൊക്കെ വലിച്ചു പറിച്ചിട്ട് ചേട്ടൻ പറഞ്ഞിട്ട്, ഈ മോളി ഈ സമയം പോയി നീ കണ്ടില്ല, ഇന്ന് റേഷൻ കാർഡ് കൊടുക്കണ ദിവസമാണ്, ഇന്ന് നേരത്തെ റേഷൻ കാർഡ് എടുക്കുന്നതിന് മുമ്പ് കല്ലണം, നീ പെട്ടെന്ന് കഞ്ഞിയെടുക്ക്. എൻ്റെ പൊന്നു മനുഷ്യനെ, ഞാൻ ഈ ചീര അരിഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളൂ. അയാളപ്പോൾ തന്നെ ആ കയ്യിലൊക്കെ ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് ഒട്ടുപാലൊക്കെ കളഞ്ഞ് ഷർട്ടും എടുത്തിട്ട് രംഗത്തേക്ക് വന്ന്, എടീ ഉണ്ടാക്കി വെച്ചത് മതി, ഉള്ള പരുവത്തിനും എടുക്ക്. ഇപ്പൊ ചീര അരിഞ്ഞു വെച്ച് അതിന്റെ മുകളിൽ പച്ചമുളകും അരിഞ്ഞു വെച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി അടുപ്പയിലേക്കൊന്ന് വെച്ചാൽ മതി. പക്ഷെ ചേട്ടന്റെ വെപ്രാളം കൊണ്ട് ഇടി നീ ആയ പരുവത്തിനെടുക്കാൻ അത്രയും കൂടെ ആയപ്പോൾ തന്നെ ചേച്ചിക്ക് കലിപ്പ് കയറി. ചേച്ചി എന്ത് ചെയ്തു? ചേച്ചി കഞ്ഞി ചോറങ്ങോട്ട് വിളമ്പിക്കൊണ്ട് വന്ന് വെച്ചു. ആയ പരുവത്തിന് ആ ചീരയും കൂടെ കൊണ്ടുവന്ന് അങ്ങോട്ട് മുമ്പിലേക്ക് വെച്ചു. ചേട്ടൻ്റെ ദുരുട്ടി ഒരു ഉരുള അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ചീര കൈ വെക്കുകയല്ല, എന്തോ ഒരു പച്ചപ്പ്. നോക്കിക്കഴിഞ്ഞാൽ സവാളയൊക്കെ അങ്ങനെ കിടപ്പുണ്ട്. ചേട്ടനിടം തന്നെ എടുത്ത് ഫ്ലൈയിങ് സോസർ വിട്ടു. ആ ചോറൊക്കെ ഉരുട്ടി അവിടെ വെച്ച് ഒരു ഞെക്കും പീച്ചൊക്കെ കഴിഞ്ഞ് ചേട്ടൻ അവിടെ ഇങ്ങനെ വേറെ തുള്ളി നിൽക്കുക. ചേച്ചിക്ക് അതിനേക്കാൾ വലിയ കലിപ്പ്. ചേച്ചി എന്ത് ചെയ്തു? എന്നാ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ചേച്ചി കൊണ്ടുപോയിട്ട് ഈ ചീര കൊണ്ടുപോയിട്ട് ആടിന്റെ മുമ്പിലേക്ക് ഇട്ടു. മിനിറ്റ് കൊണ്ട് ആടത് കഴിച്ചു. എന്തേ ചേട്ടാ, ചീര പഥ്യമല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെജിറ്റേറിയൻ അല്ല അത്ര മനുഷ്യൻ, വെജിറ്റേറിയൻ അല്ലാന്ന്. വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ ചീര തിന്നാൻ പറ്റുമായിരുന്നു. വെജിറ്റേറിയൻ അല്ല. നമുക്ക് നോണം നോക്കാം. എൻ്റെ അറിവിലൊരു കൊതിയൻ ചേട്ടനുണ്ട്. ചേട്ടന് ഏറ്റവും ബലഹീനത പന്നിയിറച്ചിയാണ്. ചേട്ടൻ ഇതുപോലെ തന്നെ പറമ്പിപ്പണി കഴിഞ്ഞ് കയറി വന്നോളൂ. കയറി വന്ന് റബ്ബർ ഒരു സ്ഥലത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അഡീഷണൽ പണിക്ക് പോയിരിക്കുകയാണ്. കയറി വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പോഴേ ചേട്ടാ
നമ്മുടെ ആ കരോട്ട വീട്ടിൽ ഞാൻ കേട്ടു. ചേട്ടൻ അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നറിയോ, തോർത്തുകൊണ്ടെടുത്ത് തോളയിലേക്ക് ഇട്ടിട്ട് ഒറ്റയൊക്കെ പാല് നീ എടുത്തോ, റബ്ബർ പാല് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ ചെല്ലുമ്പോൾ പന്നീനെ കൊന്നിട്ട് പാറപ്പുറത്ത് ഇട്ടിട്ടുള്ളൂ. ചേട്ടൻ അതിൻ്റെ മുമ്പിൽ കാവലിരുന്ന് അവസാനം 2 മണിയായപ്പോൾ ഇത്തിരി ഇറച്ചി കിട്ടി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അത് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല, വിറകാരൻ ഒരു നിവൃത്തിയില്ല. ഒരു തൊണ്ടിക്കൂടെ ചേട്ടൻ ഇങ്ങനെ നടന്നു പോരുമ്പോൾ വെപ്രാളം കൊണ്ട് പയ്യെ തേക്കല ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് 2 കടി ഇറച്ചിയെ 2 കടി കടിച്ചൊരു കഷ്ണം ഉള്ളിലേക്ക് ഇല്ലല്ല, അത് അതുപോലെ തന്നെ പുറത്തേക്ക് ഛർദ്ദിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി വെച്ച്, ഇതെന്താ, നിനക്ക് എന്നെ അറിയാൻ മേലേടി, എൻ്റെ കൊതി നിനക്ക് അറിയാലോ, ഞാനൊരു കടി കടിച്ചതാ, എന്നിട്ട് കഴിച്ചില്ലേ? എങ്ങനെ കഴിക്കും? ചേട്ടൻ നോണുമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചേച്ചിയോടെ തന്നെ എന്നാ പിന്നെ മനുഷ്യനെ ഇത് നമുക്ക് ഒരു കഷ്ണം കണ്ടിച്ച് ആ ഭാഗം, ചേട്ടൻ കടിച്ച ഭാഗം എടുത്ത് നായ്ക്കിട്ട് കൊടുത്തു. നായ ഒറ്റ കമ്പിന് അടിച്ചു, കാരണം നായ്ക്ക് നോൺ പഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ പഴയ ചീരക്കാരൻ ചേട്ടനോട് നിൽക്കുകയാണ്, എടിയെ വിശന്നിട്ട് ഒരു നിവൃത്തിയില്ല, നീ ആ ഫ്രിഡ്ജിൽ ആപ്പിൾ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങി തരാൻ പറഞ്ഞില്ല, അതിങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇപ്പം മനുഷ്യൻ എന്താ സാധനം എന്ന് മനസ്സിലായോ? മാൻ ഇസ് എ ഫ്രൂട്ടേറിയൻ. ഫലം തിന്ന് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അതാണ് ഫലം എന്ന വാക്ക് അവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ഫലമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ ഏത് ഫലം തിന്ന് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ നന്മ നിറഞ്ഞ മറിയം ചെല്ലണം. ഏതാണ് ഫ്രൂട്ട് എന്നറിയണമെങ്കിൽ ഇംഗ്ലീഷിൽ നന്മ നിറഞ്ഞ മറിയം ചെല്ല്. ഇംഗ്ലീഷിൽ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ ഏതാണ് ഫ്രൂട്ട് എന്ന് തിരിച്ചറിയാം. ഏത് ഫ്രൂട്ടാണ്? ഫ്രൂട്ട് ഓഫ് മേരി. ആരുടെ ഫ്രൂട്ടാണ് കഴിക്കേണ്ടത്? മറിയത്തിന്റെ ഉദരഫലമായ ഈശോ. അത് കണ്ടോ, ഫലം വന്നിരിക്കുന്നത് കണ്ടോ? അതായത് ഈ ഫലം തമ്മിലുള്ള വ്യത്യാസം. പഴമല്ല, ഉദരപഴമായ ഈശോ എന്നാണോ പറയണത്? അല്ല, ഉദരഫലമായ ഈശോ. ഫ്രൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഫലം. ഏതിന്റെ ഫലം തിന്നണം നീ? മറിയത്തിന്റെ ഫലം തിന്നാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനസ്സിലായില്ലല്ലേ? മനുഷ്യനെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വചനം നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. 26-ാം വചനം വായിച്ചു നോക്ക്, അപ്പോൾ അറിയാം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും നാൽക്കാലികളുടെ മേലും ഭൂമി മുഴുവന്റെ മേലും ഭൂമിയിൽ ഇഴയുന്ന സകലത്തിന്റെ മേലും ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിന് വേണ്ടി, ഈ ഭൂമിയെ നോക്കി നടത്താൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആകെ ഒറ്റയൊരുത്തിന് മാത്രമേ പേരിട്ടിട്ടുള്ളൂ, അതാണ് ആദം. സ്വർഗത്തിൽ അത്യാധുനിക കമ്പ്യൂട്ടർ ആയിരിക്കണേ, ഇപ്പോഴത്തെ സൈസൊന്നും അല്ല. കമ്പ്യൂട്ടറിൽ ഒരു പേര് കിട്ടണമെങ്കിൽ ആദ്യത്തെ അക്ഷരം ഏതാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ അടിച്ചു കൊടുക്കുക? എ. ദൈവം ആദത്തിന് പേരിടാൻ നേരത്തെ എന്നു എ അടിച്ചു, അപ്പൊ ആദ്യത്തെ പേര് വന്നു ആഡം. അതാണ് ആദം വന്നത്. എന്നാൽ പിന്നെ മനുഷ്യനെ കൊണ്ട് പേരിടിച്ചേക്കാന്ന് കരുതി ദൈവം പുരുഷന് മാത്രമേ പേരിട്ടുള്ളൂ. സ്ത്രീ അവന് വേണ്ടി ഉള്ളതായതുകൊണ്ട്, അവനെ ഏകനായിരിക്കാൻ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായതുകൊണ്ട് അവൻ ഇട്ടോട്ടെ എന്ന് കരുതി. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അയലോക്കത്തിലെ ചേട്ടന്മാരല്ല പേരിടുന്നത്, കാരണം നമ്മൾക്കാണ് അവരെ വിളിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പേരിടും. വെല്ലുമ്മച്ചി ഇവനെന്നാ പേരിടണ്ടേ എന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ആദത്തിന് വിളിക്കാൻ വേണ്ടി ആദത്തെ കൊണ്ട് ദൈവം പേരിടിയിച്ചു. ആദത്തിന്റെ മുമ്പിലേക്ക് അവയെ കൊണ്ടുവന്നു. ആദത്തിന്റെ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. ആദം ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദാ നിൽക്കണു ഭാര്യ. അവൻ കണ്ടപ്പോഴേക്കും അവൻ ആകെ അവനോട് പേരിട്ടോളാൻ പറഞ്ഞിരിക്കുകയാണ്. അവനത് ഹവ്വയെ കണ്ടിട്ട് ഒരു വിളിച്ചത് പേരായി കേട്ടോ. അവൻ എന്ത് വിളിച്ചോ അത് പേരായി. അവൻ അങ്ങനെ വന്നിട്ട് പേര് നിങ്ങൾക്ക് മനസ്സിലായ? ഇല്ല. ആ ഹവ്വ നിൽക്കണ കണ്ടപ്പോ ആദം ഒരു ചിരിച്ചാണ്. അവന് ഈ ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഹവ്വേനെ. അതുകൊണ്ട് അവനൊരു ചിരി. എന്തായി പേര്? ഈവ്. അവന്റെ ചിരി അപ്പൊ തന്നെ ദൈവം അത് അംഗീകരിച്ചു. അപ്പൊ തന്നെ പേരിട്ടു ഈവ്. ആദത്തിന് ദൈവം പേരിട്ടു. അതുകൊണ്ട് ആദ്യത്തെ അക്ഷരം വന്നു ആഡം. ഈ ചെറുക്കന് പേരിടാനൊന്നും അറിയത്തില്ലായിരുന്നു. അവനൊരു ചിരിച്ചു, അത് ദൈവം പേരായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഈവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ
ഇനി ഇവിടെ ഭയങ്കര കുടുക്ക് കിടപ്പുണ്ട് കേട്ടോ. കുടുക്കെന്താണെന്നറിയോ? മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ഒരു ഭാഗത്തു കൂടി പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ദൈവമേ, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യൻ രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. കണ്ടോ, ദൈവം മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവമേ, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, അങ്ങ് വചനത്താൽ സകലതും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യൻ രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അങ്ങ് അവനെ സൃഷ്ടിച്ചത്. എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ ഭൂമിയെ നിന്റെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ട്, നിന്റെ ആധിപത്യത്തിൽ നിർത്താൻ വേണ്ടിയിട്ട്. എവിടെയൊക്കെയാണ് മനുഷ്യന് ആധിപത്യം കൊടുത്തത്? പറ. ആകാശത്തിന്റെ മേല്, ഭൂമിയുടെ മേല്, ആഴങ്ങളുടെ മേല്. ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ മേലും ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. ആകാശത്തോട് പറഞ്ഞു, ആകാശമേ അടങ്ങുക എന്ന് പറഞ്ഞാൽ അടങ്ങും. കടലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കടൽ നിൽക്കും. കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞാൽ കാറ്റടങ്ങും. ഭൂമിയോട് പറഞ്ഞാൽ ഭൂമി അനുസരിക്കും. ഇതാണ് ദൈവം സൃഷ്ടിച്ച സകലത്തിൻ്റെയും മേൽ മനുഷ്യന് അധികാരം കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ ചേട്ടന്മാർ ഭയങ്കര മഴയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇറങ്ങി നിന്നിട്ട് പറയും, മഴയെ നിൽക്കുക എന്ന് പറയും. ഉടൻ തന്നെ എന്ത് സംഭവിക്കും? പെരുമഴ പെയ്യും. ഭയങ്കര കാറ്റൊക്കെ വന്ന് വീടിന്റെ നേരെ കാറ്റൊക്കെ ആഞ്ഞടിക്കുമ്പോൾ ചേട്ടൻ പറയും, കാറ്റേ നിൽക്കുക എന്ന് പറയും. അപ്പൊ തന്നെ പടപടപടയെന്ന് ശബ്ദം കേൾക്കാം. അത് റബ്ബർ ഒടിഞ്ഞു ചാടുന്ന ശബ്ദമാണ്. കാറ്റ് ആഞ്ഞ് വീശാൻ തുടങ്ങും. കാറ്റും കടലും ഒക്കെ പോട്ടെ സാറേ, വീട്ടിലെങ്ങനെയുണ്ട് ആധിപത്യം? ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഓർത്തു, സകലത്തിൻ്റെ മേലും എല്ലാത്തിനെയും നമുക്ക് കീഴടക്കണം, പലതും പിടിച്ചടക്കണം എന്നൊക്കെ കരുതി എല്ലായിടത്തും ജയിക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരം. പക്ഷേ PDCക്ക് മുതൽ തോക്കാൻ തുടങ്ങിയിട്ട് പിന്നെ തോൽവി പറയാനുള്ളായിരുന്നു. അങ്ങനെ തോറ്റ് അവസാനത്തെ തോൽവി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി, എന്തായാലും ശരി, ഇനി തോക്കാൻ പറ്റില്ലാത്തൊരു സ്ഥലമുണ്ട്. അത് ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ കരുതി, എന്തായാലും ശരി, ഭാര്യയുടെ മുമ്പിൽ മാത്രം തോൽക്കുന്ന പ്രശ്നമില്ല. എങ്ങനെയുണ്ട് ചേട്ടന്മാരെ? കല്യാണം കഴിച്ച ചേട്ടന്മാർ പറഞ്ഞാൽ മതി, എങ്ങനെയുണ്ട് ആ പരിപാടി? ജയിക്കണതാണോ തോക്കണതാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8 നില പൊട്ടി. പിന്നെ ഒരു ചെറിയ ആഗ്രഹം, മക്കളുടെ മുമ്പിൽ മാത്രം തോൽക്കരുത്. കുഴപ്പമില്ലാത്തൊരാഗ്രഹമല്ലേ? അത് മാത്രം കുഴപ്പമില്ലാത്തൊരാഗ്രഹം. പക്ഷേ അത് പൊട്ടിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അലീനക്കുട്ടി. കേവലം 3.5 വയസ്സുള്ളപ്പോൾ അവളത് പൊട്ടിച്ചു. അവൾ രാവിലെ എഴുന്നേറ്റ് വന്നു. ഞാനാ തിണ്ണയിൽ, കൊച്ചു തിണ്ണയിൽ ഇരുന്നിട്ട് ബൈബിൾ മറിച്ച് നോക്കുക. രാവിലെ ഒരു സ്ഥലത്ത് വചനം പറയാൻ പോകാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കുക. അകത്തുനിന്ന് കേൾക്കാൻ ഒരു ശബ്ദം, അച്ഛേ അച്ഛേ അച്ഛേ. എന്നാ മോനെ? ഒരു പുസ്തകമുണ്ട്, ഒരു വായനയുണ്ട്. അച്ഛേ, എനിക്കൊരു പേരയ്ക്ക പറിച്ചു തരാമോ രാവിലെ? എടി, രാവിലെ പേരയ്ക്ക എന്ന വിര കുത്തും നീ വേറെ. അച്ഛാ, ആ പേരയിൽ പേരയ്ക്ക, നല്ല പേരയ്ക്കുണ്ട്, എനിക്കൊരു പേരയ്ക്ക പറിച്ചു തരാമോ? പറഞ്ഞടി, ആ പേരയ്ക്കൊന്നുമില്ല, പേരയ്ക്ക ഇല്ലാത്ത കാലമാണ്. അച്ഛ, ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ടാണ്. എന്നോട് മമ്മി പറഞ്ഞു, അച്ഛ വരുമ്പോൾ പറിച്ചു തരും മാനേന്ന് പറഞ്ഞ് ഞാൻ കണ്ടാണ്. അത് വാവല് കൊണ്ടുപോയി. ഇല്ല അച്ഛ, അവിടെ ഉണ്ടോ അച്ഛ? എനിക്ക് മനസ്സിലായി ഇന്ന് ഒരു പദ്ധതി നടക്കില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഈറ്റക്കോലും എടുത്ത് നേരെ പേരയുടെ ചോട്ടിലേക്ക് പോയി. ഞാനൊരു പേരയ്ക്ക തട്ടി താഴെ ഇട്ടിട്ട് ഞാൻ ഈറ്റക്കോലും ഇട്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അവൾ പറഞ്ഞു, കണ്ണും കണ്ടുകൂടെ ദാ കിടക്കണുണ്ടോ ഭയങ്കരം പേരയ്ക്ക. പിന്നെ ഭയങ്കരം പേരയ്ക്ക എന്നെ പറിച്ച് താഴെ ഇട്ട് കൊടുത്തു. അങ്ങനെ പേരയ്ക്കൊക്കെ പിടിച്ച് തന്തകം എന്നൊരു പാട്ടൊക്കെ പാടി ദൈവമേ സമാധാനമായല്ലോ എന്ന് കരുതി ഞാൻ വന്നിരുന്ന് ബൈബിള് 2 പേജ് മറിച്ചപ്പോൾ അകത്തുനിന്ന് വീണ്ടും പാർട്ടി പ്രത്യക്ഷം, അച്ഛേ 2 പല്ലിന്റെ അടയാളം പേരയ്ക്കയിൽ. ഇത്ര മുഴുപ്പുള്ള പേരയ്ക്ക. കൊച്ചിനെ പറഞ്ഞിട്ട് തന്നെ കാര്യം, ഇത് കടിക്കാൻ പറ്റണില്ല. നീ പോയി മമ്മിയോട് ഒരു കത്തി മേടിച്ചോണ്ട് വരാൻ പറ. അകത്ത് പോയിട്ട് ഇത്തിരി നേരം കഴിയുമ്പോൾ വീണ്ടും വരുന്നു, അച്ഛേ. ഞാൻ നോക്കുമ്പോൾ കത്തി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ വെട്ടാൻ ആഞ്ഞു വരുന്നുണ്ട്. ഇങ്ങോട്ട് കൊണ്ട 4 മുറിച്ച് കൊടുത്തു. മതിയോ? മതി.
അവിടെ നിന്ന് കത്തി കൊണ്ട് മമ്മിയുടെ കൊടുത്തേരെ, കത്തിയും കൊണ്ട് അകത്തേക്ക് പോകണം കേട്ടു. അപ്പം പോകുന്ന വഴിക്ക് പാർട്ടി ഒരു കഷ്ണം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ നടു കടിച്ചോണ്ടാണ് പോകണം. എൻ്റെ നടുഭാഗം ഇങ്ങനെ കടിച്ചോണ്ടാണ് പോണത്. കത്തി ഒരു കയ്യിലിരിക്കുന്നു. അങ്ങനെ ഞാനടുത്ത് സമാധാനമായി. ഈ പേരയ്ക്ക് തിന്ന് തീർക്കണമെങ്കിൽ ഒരു ദിവസം എടുക്കും. സമാധാനമായെന്ന് കരുതി ഞാനങ്ങനെ അടുത്ത വായനയൊക്കെ തുടങ്ങി. ഏകദേശം അതിൻ്റെ മൂർധന്യാവസ്ഥ വന്നപ്പം വീണ്ടും കേൾക്കാം അകത്തുനിന്നൊരു സ്വരം, അച്ഛേ. എന്നെ മോനെ അച്ഛേ. ഒരു രസമില്ല, അത് ഒരു രസമില്ല, ഒരു രസമില്ല ഇത്. എന്നാ മോനെ അച്ഛേ, ഇത് കാണാനൊരു രസമില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? 2.5 കഷ്ണത്തിൻ്റെ ആ നടുഭാഗം, മൃദുലമായ ഭാഗം മാത്രം പാർട്ടി കടിച്ചു തന്നു. എന്നിട്ട് 4 കഷ്ണം ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട് 4ആയിട്ട്. അച്ഛേ, ഒരു രസമില്ല കാണാൻ. ഇതൊന്ന് കൂട്ടിപ്പിടിപ്പിച്ച് തരാമോ അച്ഛേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് ചെയ്യും നമ്മൾ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുറിക്കാൻ എളുപ്പമാണ്, കൂട്ടിപ്പിടിപ്പിക്കാൻ പാടാ. ചിതറിപ്പോയാൽ, വീണ് പൊട്ടിയാൽ കൂട്ടിപ്പിടിപ്പിക്കാൻ പാടില്ലാത്ത പളുങ്ക് പാത്രം പോലെയാണ് കുടുംബജീവിതം. പ്രൈസ് ദി ലോർഡ്. അത് ചിതറിപ്പോയാൽ പിന്നെ കൂട്ടിപ്പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഉണ്ടാക്കിയവനാണ് പിന്നെ അത് കൂട്ടിപ്പിടിപ്പിക്കാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 3.5 വയസ്സുകാരി അലീനയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയപ്പോൾ എനിക്കൊരു വിഷയം കിട്ടി. ആ വിഷയമാണ് ദൈവം ഒരിക്കലും തോൽക്കുന്നില്ല. ഇതുപോലൊരു രാത്രിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. പാർട്ടിയുടെ പേര് മൽക്കോസ് ഒരു കുന്തവും കുറുവടിയൊക്കെ ആയിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. പത്രോസ് കുറെ കാലം ഒരു വാള് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് അവൻ ആ വാളെടുത്ത് കറക്കിയിട്ട് ഒറ്റ വീശ്. കഴുത്തിനാ വെട്ടിയത്, പക്ഷെ തെറിച്ചത് ചെവിയായിരുന്നു. വല വീശണവും വാള് വീശിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കഴുത്തിന് വെട്ടിയപ്പോൾ ചെവി തെറിച്ചുപോയി. ഉന്നം കറക്റ്റായിരുന്നേ. അവൻ വല വീശണ പാർട്ടിയാ. വാള് വീശി ചെയ്യണ പണിയൊക്കെ ചെയ്താൽ മതി, പുതിയ പണിയൊന്നും ഏറ്റെടുക്കണ്ട. വല വീശണം, വാള് വീശാൻ അങ്ങനെ ഇരിക്കും. പക്ഷെ ചെവി തെറിച്ചുപോയി. കാരണം നാളുകളായിട്ട് എന്നും വാളെടുത്തിട്ട് തേച്ച് മൂർച്ച പിടിപ്പിച്ച പാർട്ടി വെച്ചേക്കണം. അല്ലെങ്കിൽ ചെവി തെറിച്ചു പോകുമോ? ചെവി തെറിച്ച് താഴെ വീണു. എന്ത് ചെയ്തു കർത്താവ് നോക്കി, പത്രോസേ, വാളെടുക്കുന്നവൻ വാളാലേ. അവൻ ആ ചെവി എടുത്തിട്ട് പ്രസ്തുത സ്ഥാനത്തേക്ക് വെച്ചു. എന്നിട്ട് ഒരു ഊത്ത്, ചെവി പഴയതുപോലെയായി. ഇതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എറണാകുളത്തൊരു പള്ളിയിൽ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരുന്നു. ആ ക്രൂശിത രൂപം പഴയ കുപ്പി പാത്രങ്ങൾ, അതായത് കട്ടിയുള്ള പഴയ കുപ്പിപ്പാത്രങ്ങളുണ്ട് പല നിറത്തിലുള്ള. ആ കുപ്പിപ്പാത്രങ്ങളിലെ ചില്ലുകൾ കൂട്ടി ഒട്ടിച്ചാണ് ആ ക്രൂശിത രൂപം ഉണ്ടാക്കിയിരുന്നത്. ആരാണ് ഉണ്ടാക്കിയതെന്ന് പോലും അറിയില്ലാത്ത വിധത്തിനായിരുന്നു. കുറേ കാലങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന ക്രൂശിത രൂപമാണ്. ഒരു ദിവസം ആ ക്രൂശിത രൂപം ഇരിക്കുന്ന അച്ഛൻ ഡ്രസ്സ് ചെയ്യുന്ന സങ്കീർത്തിയിലാണ് ആ ക്രൂശിത രൂപം വെച്ചിരുന്നത്. പലരും വന്ന് ആ ക്രൂശിത രൂപം നോക്കി പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. അച്ഛനോട് ചിലപ്പം വന്നിട്ട് ചോദിക്കും, ഞാൻ സങ്കീർത്തി കയറി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. ഒരു ദിവസം അബദ്ധം പറ്റി ഇത് കെട്ടിയിരുന്ന ഒരു കമ്പിയിട്ടാണ് കെട്ടിയിരുന്നത്. ഈ കമ്പി വിട്ടുപോയി. ഈ ക്രൂശിത രൂപം താഴെ വീണു. അത് കഷ്ണമായിപ്പോയി. പല കളറിലുള്ള ചില്ലുകൊണ്ടാണ് ഈശോയെ ഒട്ടിച്ചു വെച്ചിരുന്നത്. കഷ്ണമായിപ്പോയി. എന്തായാലും ശരി, ഇതെല്ലാം കൂടി കുറേ നാൾ പ്രാർത്ഥിച്ചല്ലേ എന്ന് കരുതി അച്ഛൻ എന്ത് ചെയ്തു, വാരി കൂട്ടി ഒരു അലമാരിയുടെ മുകളിൽ വെച്ചു. വർഷം 2-3 കഴിഞ്ഞു. ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അച്ഛാ, ഞാൻ ആ സങ്കീർത്തി പോയി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഉടൻ തന്നെ ഇത്തിരി പ്രായമുള്ള മനുഷ്യനാ. സങ്കീർത്തിയിലെ ആ രൂപം പോയി, അത് വീണു പോയിടോ, അത് നഷ്ടപ്പെട്ടു പോയി. അത് ആ ചില്ലിൻ്റെ രൂപം അത് പോയിടോ, നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് എന്തു പറ്റിയാച്ചാ അതൊരു ആണി ഇളകിയിട്ട് താഴെ വീണുപോയി. എന്നിട്ട് അത് എന്തു ചെയ്തു? ഞാൻ എന്തായാലും ശരി കുറേ കാലം പ്രാർത്ഥിച്ചല്ലേ എന്ന് കരുതി ആ രൂപം ഞാൻ അതിൻ്റെ ചില്ല് കഷ്ണം എല്ലാം കൂടി വാരി കൂട്ടി ഞാൻ ആ അലമാരിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അച്ഛാ, എനിക്ക് ആ കഷ്ണങ്ങളൊന്ന് തരാമോ? എന്തിനാണ്? അത് ഞാനും എൻ്റെ അപ്പനും കൂടി വീട്ടിലിരുന്ന് 3 വർഷം കൊണ്ട് ഒട്ടിച്ചുണ്ടാക്കിയ രൂപമാണ്. അതിൻ്റെ കഷ്ണങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ആ കഷ്ണങ്ങളൊന്ന് തന്നാൽ മതി. ഞാൻ 30 ദിവസം കൊണ്ട് ഒട്ടിച്ച് വീണ്ടും അച്ഛന് തിരിച്ചു തരാം. ഒരു
ഒരു ഷിപ്പിൽ പോയിക്കൊണ്ടിരുന്ന ഒരു എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ അപ്പച്ചനും കൂടി രൂപപ്പെടുത്തിയതാണ്. കല്ലിൽ ഒരച്ചൊരച്ച് ചില്ല് കഷ്ണങ്ങൾ കൂട്ടി രൂപപ്പെടുത്തിയതാണ് ഈ ക്രൂശിത രൂപം. അച്ഛനത് പൊടി തട്ടി ആ കിഴിയെടുത്ത് ഈ മനുഷ്യനെ ഏൽപ്പിച്ചു. കേവലം 20 ദിവസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മനോഹരമായിട്ട് വീണ്ടും പോളിഷ് ചെയ്ത് ആ രൂപം തിരികെ കൊണ്ടുവന്ന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊട്ടിയാൽ കൂട്ടിയൊട്ടിക്കാനാവാത്ത വിധം ചിതറിപ്പോകുന്നതാണ് കുടുംബജീവിതം. ഒരിക്കൽ പൊട്ടിപ്പോയാൽ പിന്നെ കൂട്ടിയോജിപ്പിക്കാൻ പാടാണ്. പക്ഷേ അത് സൃഷ്ടിച്ചവന് ഒട്ടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വചനത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം തീരുമാനമെടുക്കുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 1:26 ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന സകലത്തിന്റെ മേലും ഭൂമി മുഴുവന്റെ മേലും ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. 27-ാം തിരുവചനം, അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം മനുഷ്യനെ തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തിനാണപ്പാ 1 തരം 2 തരം 3 തരം എന്നും പറഞ്ഞിട്ട് 3 തവണ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്? 3 തവണ പറഞ്ഞിട്ടില്ലേ സൃഷ്ടിച്ചു 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 എന്ന്? ദൈവമാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? പറഞ്ഞേ. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഉണ്ടായിട്ടുണ്ടാകും. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ 3 തവണ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? 1 തവണ പറഞ്ഞ പോരാത്തതുകൊണ്ടായിരിക്കും, അല്ലേ? സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവം 1 തവണ അരുളി ചെയ്തു, ഞാൻ 3 തവണ അത് കേട്ടു. ദൈവം 1 തവണ പറഞ്ഞാൽ മതി. അർജുനന്റെ അസ്ത്രം പോലെയാണല്ലേ, എടുക്കുമ്പോൾ 1 തൊടുക്കുമ്പോൾ 10, അല്ലേ? അങ്ങനെ നിങ്ങൾ അർജുനൻ അമ്പെയ്യുന്നതിനെ കുറിച്ച് വായിച്ചിട്ടില്ലേ? അതുപോലെ ദൈവം 1 തവണ പറഞ്ഞു, ഞാൻ 3 തവണ കേട്ടു. പിന്നെ എന്തിനാ ദൈവം 3 തവണ പറഞ്ഞത്? അതെന്തിനാണെന്ന് മനസ്സിലാകണേ നിങ്ങൾ കുരിശിലേക്ക് നോക്കിയാൽ മതി. കുരിശ് നോക്കി എന്ത് കാണാൻ പറ്റും? അന്ന് ആണിക്ക് വഞ്ഞമുണ്ടായിട്ടല്ല, പച്ചിരുമ്പിന് വില കൂടുതലായതുകൊണ്ടല്ല 3 ആണി മാത്രം അടിച്ചത്. 4ാമതൊരു ആണിയും കൂടി അടിക്കാമായിരുന്നു. പക്ഷെ ഒഴിവാക്കിയത് എന്തുകൊണ്ട്? സൃഷ്ടിയിലും അവർ 3 പേരുണ്ടായിരുന്നു, കുരിശിലും അവര് 3 പേരുണ്ടായിരുന്നു. അതാണ് ഈ 3 ആണികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. സൃഷ്ടിച്ചപ്പോഴും അവർ 3 പേരും ഉണ്ടായിരുന്നു. ആരൊക്കെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. പ്രപഞ്ചത്തിന്റെ അവസാനത്തെ അണുവിൽ പോലും ദൈവത്തിന്റെ ചലനങ്ങൾ പതിയിരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ അംശത്തിനെ നിങ്ങൾ എന്ത് വിളിക്കും? ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ അവസ്ഥയെ നിങ്ങൾ എന്താ വിളിക്കുന്നത്? തന്മാത്ര, അല്ലേ? ആറ്റം, അതല്ലേ വാക്ക്, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികളല്ലേ? ആറ്റം എന്ന് വിളിക്കും. ആറ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാറ്റത്തെ വിഭജിച്ചപ്പോൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ ആറ്റത്തിലുള്ളത്? ഇലക്ട്രോൺ, പ്ലൂട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ആരൊക്കെയുള്ളത്? അത് കണ്ടുപിടിച്ചത് ഈ ലോകത്തിന്റെ മനുഷ്യനായതുകൊണ്ട് അവൻ പറഞ്ഞു, ഇത് ഇലക്ട്രോൺ ആണ്, ഇത് പ്ലൂട്ടോൺ ആണ്, ഇത് ന്യൂട്രോൺ ആണ്. എന്നാൽ ഒരു ദൈവരാജ്യത്തിന്റെ മകനാണ് അത് കണ്ടുപിടിച്ചതെങ്കിൽ അയാൾ വിളിച്ചു പറഞ്ഞേനെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 ചലിക്കുന്ന ശക്തികൾ. ഒരു വസ്തുവിന്റെ അവസാനത്തെ അംശത്തിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന മഹാരഹസ്യമാണ് പ്രിയ സഹോദര ആറ്റം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൃഷ്ടിയിലെ ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിലേക്ക് പോകാം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല, കാരണം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ ഭൂമിയിൽ മനുഷ്യരും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഇത്തിരി മുമ്പ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോ? ചിലപ്പോൾ കർത്താവിൻ്റെ ഒരു തമാശ ആയിരിക്കും അത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തായാലും ദൈവം പറഞ്ഞാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ഇവരപ്പം എവിടെ പോയി? ഭൂമിയിലേക്ക് വന്നിട്ടുമില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഒരു മനുഷ്യന്റെ അസ്തിത്വവും വ്യക്തിത്വവും നിലനിൽക്കുന്നത് സ്വർഗത്തിലാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ് നീ ഭൂമിയിൽ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിന്നെ ആദ്യം സൃഷ്ടിച്ചത് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചില്ലേ? അവിടുത്തെ ജ്ഞാനത്താൽ, അവിടുത്തെ വചനത്താൽ ഭൂമി മുഴുവനും സൃഷ്ടിച്ചു. എന്നാൽ അവിടുത്തെ ജ്ഞാനത്താലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ സംശയം എന്താണെന്നറിയോ? ഈ കാലം അത്രയും മനുഷ്യൻ കുറേ കാലം ജീവിക്കണ്ടേ? എന്തെങ്കിലും തിന്നാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഈ ആദ്യത്തെ സൃഷ്ടി കഴിഞ്ഞിട്ട് ഈ ഭൂമിയും ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യൻ എന്ത് തിന്നാണ് ജീവിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആദിയിലുണ്ടായിരുന്നവർ ആദിയിലുണ്ടായിരുന്നത് ഭക്ഷിച്ച് ജീവിച്ചു. ആദിയിൽ എന്തുണ്ടായിരുന്നു? Beginning was the word, word was with the God, and word was God. എന്തുണ്ടായിരുന്നു ആദ്യം? ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. പിന്നെ യോഹന്നാൻ നോക്കിയപ്പോൾ എന്ത് കണ്ടു? വചനം, ദൈവത്തെ കണ്ടു. ആദ്യം ഉണ്ടായിരുന്ന മനുഷ്യൻ ആരെ തിന്ന് ജീവിച്ചു? എന്ത് തിന്ന് ജീവിച്ചു? വചനത്തെ അല്ല തിന്നത്, ദൈവത്തെ തിന്ന് ജീവിച്ചു. അതെങ്ങനെയാ? അപ്പം ഞാൻ നിങ്ങളോട് പറയും, ഒരു മനുഷ്യനെ തിന്ന് ജീവിക്കാമെങ്കിൽ ദൈവമക്കൾക്ക് ദൈവത്തെയും തിന്ന് ജീവിക്കാം. ഒരു മനുഷ്യക്കുഞ്ഞിന് മനുഷ്യനെ ഭക്ഷിച്ച് ജീവിക്കാമെങ്കിൽ ഒരു ദൈവ പൈതലിന് ദൈവത്തെയും ഭക്ഷിച്ച് ജീവിക്കാം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മനുഷ്യനെ തിന്ന് ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഒരിക്കലൊരു ആഫ്രിക്കയിലെ ഒരു ദ്വീപ് സമൂഹത്തിൽ, ഞാൻ അതിൻ്റെ പേര് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. അതിലൂടെ ഒരു കാടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സായിപ്പ് കടന്നു പോവുക. സായിപ്പ് കടന്നു പോകുമ്പോഴെല്ലാം ആഫ്രിക്കക്കാരി മുത്തച്ഛി ഇത്രയും പൊക്കമുള്ളൊരു ബൈബിൾ എടുത്തു വെച്ച് തുറന്നു വെച്ചിട്ട് ഒരു പാറക്കഷ്ണത്തിൻ്റെ മുകളിലിരുന്ന് ഇളവെയിൽ കൊണ്ട് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഉടൻ തന്നെ സായിപ്പ് ചോദിച്ചു, ഇതോ ഉള്ളോ നിനക്ക് വായിക്കാൻ എന്നും ഇത് ചോദിക്കും. ഇതോ ഈ പുസ്തകം ഉള്ളോ നിനക്ക് വായിക്കാൻ? വേറൊരു പുസ്തകമില്ലേ വായിക്കാൻ? ഒരു ദിവസം മുത്തച്ഛിക്ക് ദേഷ്യം വന്നു. മുത്തച്ഛി പറഞ്ഞു, സായിപ്പേ അവിടെ നിൽക്ക്. സായിപ്പ് ചോദിച്ചു, ഇന്ന് ഇതേ ഉള്ളോ വായിക്കാൻ? അവിടെ നിന്നേ സാറേ, എനിക്കൊരു കാര്യം സാറിനോട് പറയാനുണ്ട്. സായിപ്പ് അവിടെ നിന്നു. അപ്പോൾ സായിപ്പിനോട് ചോദിച്ചു, സായിപ്പേ ഇതാ അങ്ങോട്ട് നോക്കിയേ, മുത്തച്ഛിയുടെ വീടാ. ആ വീടിൻ്റെ സൈഡിലൊരു മുതൽ ചാരി വെച്ചിരിക്കണുണ്ടോ? ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ കുട്ടളം ചാരി വെച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞു, സായിപ്പേ ഈ പുസ്തകം വായിച്ച് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ സാറാ ആ ചട്ടിക്കകത്ത് കിടന്നേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പണ്ട് മനുഷ്യരെ പുഴുങ്ങിക്കൊണ്ടിരുന്ന ചട്ടിയാത്. ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ആ തീറ്റ നിർത്തിയിട്ട് ഇപ്പം വചനം തിന്നാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത് പ്രിയമുള്ളവരെ, മനുഷ്യനെ തിന്ന് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങൾ എവിടെയെങ്കിലും അല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഭക്ഷിച്ച് ജീവിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും അല്ല, കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെ? ചേട്ടൻ പറഞ്ഞു കേട്ടോ. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ പാർട്ടികളുണ്ടെന്ന്. കേട്ടോ? പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ആ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന് മനുഷ്യനെ തിന്ന് ജീവിക്കുന്നവര്. ഒരമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം ഇങ്ങനെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? മുട്ട പുഴുങ്ങി ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ഞെന്ത് ചെയ്യും? ഒരാഴ്ചത്തേക്ക് അമ്മ ഭക്ഷണം കഴിച്ചാലും കുഞ്ഞ് മരിച്ചൊന്നും പോകില്ല. കുഞ്ഞ് അമ്മയെ മെല്ലെ മെല്ലെ തിന്ന് ജീവിക്കും. അതാ ചേട്ടൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ അമ്മയെ തിന്ന് ജീവിക്കുന്നു. കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞ് പാർട്ടി 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക പുറത്തു വന്നു കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവൻ അന്ന് വരെ അമ്മയെ തിന്ന പാർട്ടി പിന്നെ അമ്മയെ കുടിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യനെ തിന്ന് ജീവിക്കാമെങ്കിൽ ദൈവമക്കൾക്കും ദൈവത്തെ ഭക്ഷിച്ച് ജീവിക്കാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദിസ് ഈസ് മൈ ബോഡി, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ തിന്ന്. ഭക്ഷണം അനുസരിച്ച് സ്വഭാവം മാറും. ചേച്ചിമാരോട് ചോദിച്ചാൽ മതി. ചേട്ടൻ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് സ്വഭാവം മാറിയില്ലെങ്കിലും പാനീയം അനുസരിച്ച് സ്വഭാവം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പാനീയം അനുസരിച്ച് സ്വഭാവം മാറും. മാത്രമല്ല
വേറൊരു ഉദാഹരണം ഇവിടെ ഉണ്ട്. ഇപ്പം ഏറ്റവും വില കുറഞ്ഞ മീൻ മത്തിയാണ്, ഓൺലി 40 rupees. എന്തായാലും ശരി, അത് 25 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു പെട്ടി മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് മത്തി കറി വെച്ചും മത്തി പുഴുങ്ങിയും മത്തി ചുട്ടും മത്തി വറുത്തും കൂട്ടിയിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ചൂടും കൂടെ ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാം കസേര മാറ്റിയിടും. കാരണം എന്താ? മത്തിയുടെ മണം പുറത്തേക്ക് വരും. നിന്റെ ഭക്ഷണം അനുസരിച്ച് നിന്നിൽ നിന്നും സ്വഭാവം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് വരെ ദൈവത്തെ തിന്ന് കഴിഞ്ഞിരുന്ന മനുഷ്യൻ അന്നൊരു ദിവസം എന്ത് ചെയ്തെന്നറിയോ? അന്നൊരു ദിവസം അവൻ ആദ്യമായിട്ട് മണ്ണ് തിന്നാൻ തുടങ്ങി, മണ്ണിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കാൻ തുടങ്ങി. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇടിയം പോലീസിന്റെ കഥയാണ്. ഇടിയം പോലീസ് നാട്ടിലുള്ള എല്ലാവരെയും ഇടിച്ചു കൊണ്ടുവന്ന് സെല്ലിലിടും. അങ്ങനെ സെല്ല് നിറഞ്ഞു. വീണ്ടും പോക്കറ്റടിക്കാരെയും കള്ളന്മാരെയും പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. രാത്രി 12 മണി 1 മണിയായി. ഇടിയം പോലീസ് കസേരയിലിരുന്ന് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും എല്ലാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാ കള്ളന്മാരും ഉറങ്ങുകയാണ്. ഈ കള്ളന്മാരുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോണ് അടിച്ചു മാറ്റി 1000-ന്റെ നോട്ട്, പേഴ്സ് എല്ലാം മേശപ്പുറത്ത് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇടിയം പോലീസ് ഒന്നോടെ നോക്കി ആരെങ്കിലും ഉണർന്നിരിപ്പുണ്ടോ, നല്ല കൂർക്കമ്പലി കേൾക്കാൻ കള്ളന്മാരുടെ. അപ്പം മെല്ലെ ഇടിയം പോലീസ് അവിടുന്ന് കൈ മെല്ലെ നീട്ടിയിട്ട് 1000-ന്റെ മടക്കി വെച്ചിരിക്കുന്ന കെട്ട് മെല്ലെ ഇങ്ങനെ ഡിങ് എന്ന് പറഞ്ഞിട്ട് പോലീസ് പോക്കറ്റിലേക്ക് ഇട്ടു. ഉടൻ തന്നെ സെല്ലിനകത്തുനിന്ന് അവന്മാർ ഉറങ്ങുമോ? അവന്മാർ പറഞ്ഞു, നമുക്കിനി ഇടിയം പോലീസിനെ പേടിക്കണ്ട, അവനും നമ്മുടെ അസോസിയേഷനിൽ ചേർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് വരെ ദൈവത്തെ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന മനുഷ്യൻ അന്ന് വരെ ദൈവത്തെ ഭക്ഷിക്കുന്നത് കൊണ്ട് അവൻ ഈ ഭൂമിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. പാപത്തിന്റെ ഫലം ഭക്ഷിക്കാൻ തുടങ്ങിയ നിമിഷം അവന്റെ ഭൂമിയുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതെന്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കുക, അപ്പോഴാണ് ഈ ഭൂമിക്ക് അതീതമായിട്ട് നിന്നെ ഉയർത്താൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മണ്ണ് തിന്നുന്നോ മണ്ണിൽ തന്നെ വീണുപോകും. അതല്ലേ കൽപ്പന ലംഘിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം എന്താ പറയണത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം ശാപമാണ് വരുന്നത്. കൽപ്പന ലംഘിച്ചു, മണ്ണ് തിന്നു, അങ്ങനെ അവൻ തകർന്നുപോയി. പ്രിയമുള്ളവരെ, ദൈവം പറയുകയാണ്, ദൈവം ആദത്തോട് കൽപ്പിച്ചു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം നീ തിന്നതുകൊണ്ട്, എന്റെ സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം ഈ മണ്ണ്, ഈ ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. എവിടാ ശപിക്കപ്പെട്ടത്? ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഭൂമി ശപിക്കപ്പെട്ടതാകുന്നു. നീ മൂലം ഈ ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. എന്നിട്ടോ നീ മൂലം ഈ മണ്ണ് ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് നീ ഇതിൽ നിന്നും കാലയാപനം ചെയ്യും. മുള്ളും മുൾച്ചെടികളും നിനക്കായി ജനിപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്ക്. നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങും. കണ്ടോ, മണ്ണ് വാരി തിന്നപ്പം മനുഷ്യന് സംഭവിച്ച കാര്യം കണ്ടോ? അന്ന് വരെ ദൈവത്തെ ഭക്ഷിച്ചിരുന്ന മനുഷ്യൻ മണ്ണ് വാരി തിന്നാൻ തുടങ്ങി. അങ്ങനെ അവൻ മണ്ണിലേക്ക് മടങ്ങി. ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ വിണ്ണിലേക്ക് കൊണ്ടുപോകാൻ അവൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി, ഇതെന്റെ ശരീരമാണ്, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക്, ഇത് ദൈവത്തിന്റെ ശരീരമാണ്, അതുകൊണ്ട് ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മെല്ലെ മാറാൻ തുടങ്ങും. ദൈവിക സ്വഭാവം നിന്റെ ഉള്ളിലേക്ക് വന്ന് ചേരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവകൽപ്പന ലംഘിച്ച, നമ്മളിപ്പം ധ്യാനിച്ചു പോരുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ ഇഷ്ടം ലംഘിച്ച ആദത്തിനും ഔവയ്ക്കും, ഔവ ചോദിച്ച എനിക്കൊന്നുമില്ലേ, ഔവയ്ക്കും കൊടുത്തു മരുന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം എന്താ നമ്മൾ വായിക്കുന്നത്? അവളോട് പറഞ്ഞു കൊടുത്തു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പാവം, അതിന്റെ ഗർഭാരിഷ്ടത വർദ്ധിപ്പിച്ചു കൊടുത്തു. അതുവരെ പ്രസവത്തിന് ഈ പറഞ്ഞ കഷ്ടതയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയായി? ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടാണെന്ന ചേച്ചിമാര് പറയണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ ഗർഭാരിഷ്ടത വർദ്ധിപ്പിച്ചത്? കുറെ ഞെരിഞ്ഞിൽ വാരി തിന്നിട്ട് വയറിലൊന്ന് ഞെക്കി നോക്കി എങ്ങനെ ഇരിക്കും? ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞ മുതലറിയോ? അത് വാരി തിന്നിട്ട് വയറ് ഞെക്കി നോക്കി എങ്ങനെ ഇരിക്കും? പാപത്തെ ഗർഭം ധരിക്കാൻ തുടങ്ങിയപ്പോൾ ഗർഭാരിഷ്ടത വർദ്ധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഓരോ അമ്മച്ചിമാരും ഗർഭം ധരിക്കുന്നത് പാപത്തെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തിൽ പിറന്ന മനുഷ്യനെ ഗർഭം ധരിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഗർഭാരിഷ്ടതകൾ വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയായിരുന്നു ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യർക്കുള്ള അവസ്ഥ. വീണ്ടും നമ്മൾ ഉൽപ്പത്തി 13:8 പോവുകയാണ്. ഉൽപ്പത്തി 13:8 അബ്രാഹത്തിനെയും ലോത്തിനെയുമാണ് കാണുന്നത്. അബ്രഹാം ലോത്തിനോട് പറയാ, ലോത്തേ,
നീ എൻ്റെ സഹോദരൻ്റെ പുത്രനാണ്. നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ ശണ്ട ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു. എന്താ സംഭവം? അവിടെ അബ്രഹാം താമസിച്ചിരുന്ന അബ്രഹാത്തെ പ്രതി ദൈവം അബ്രഹാത്തെയും ലോത്തിനെ അനുഗ്രഹിച്ചു. ആടുകളും സമ്പത്തും പെരുകി. അങ്ങനെ പെരുകി വർദ്ധിച്ചപ്പോൾ ഒരു ഇടയന്മാർ തമ്മിൽ ശണ്ടയുണ്ടായി. ലോത്തിനെ വിളിച്ച് അബ്രഹാം പറഞ്ഞു, ഒരു ദൈവമനുഷ്യൻ എന്താ തീരുമാനം എടുക്കുന്നതെന്ന് കണ്ടോ? ദൈവമനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ലോത്തെ, നിന്റെ മുമ്പിലുള്ള ഭൂമിയെല്ലാം നിന്റെ മുമ്പിലുണ്ടല്ലോ. നീ ഇടത്തേക്ക് പോയാൽ ഞാൻ വലത്തേക്ക് പോയിക്കോളാം, നീ പടിഞ്ഞാറോട്ട് പോയാൽ ഞാൻ കിഴക്കോട്ട് പോയിക്കോളാം, നീ മുമ്പോട്ട് പോയാൽ ഞാൻ പിന്നോട്ട് പോയിക്കോളാം, നിനക്ക് ഇഷ്ടമുള്ള എടുത്തു. ലോത്ത് നേരെ ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കി. ജോർദാൻ നദി ജോർദാനിൽ നിന്ന് ഒഴുകി വരുന്ന സമതല പ്രദേശം. 2 മനോഹരമായ പട്ടണങ്ങൾ, സോദോം ആൻഡ് ഗോമോറ. 2 മനോഹര പട്ടണങ്ങൾ. ആ പട്ടണങ്ങൾ ലോത്ത് എവിടേക്ക് പോയി? ഫലഭൂയിഷ്ടിയുള്ള മണ്ണെടുത്തുകൊണ്ട് ലോത്ത് നേരെ കടന്നു പോകുന്നത് എവിടേക്കാണ്? സോദോമിലേക്കും ഗോമോറയിലേക്കും പോയി. പാവം അബ്രഹാം മരുഭൂമിയെ ലക്ഷ്യമാക്കി നടന്നു. നല്ല മണ്ണ് മുഴുവനും ലോത്തെടുത്തു. മരുഭൂമി മുഴുവനും ആർക്ക് കൊടുത്തു? അബ്രഹാത്തിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ലോത്ത് വലിയ സങ്കടത്തിലായിരുന്നു. അബ്രഹാം വലിയ സങ്കടത്തിലായിരുന്നു. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, 14-ാം വചനം, അബ്രഹാം ലോത്തിൽ നിന്നും വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കുമായി എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികൾ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാനാവുമോ? നീ എഴുന്നേറ്റ് ഭൂമിക്ക് നെഴുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രഹാം തന്റെ കൂടാരം ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിനൊരു ബലിപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സങ്കടപ്പെട്ട് അബ്രഹാം ഇരിക്കുക. പാവ അബ്രഹാത്തിന്റെ അടുത്തേക്ക് ദൈവം കടന്നു ചെന്നു. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് ഈ ഭൂമിയൊക്കെ കൈവശാക്കണമെങ്കിൽ നീ ചെറിയൊരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യാനാ പറഞ്ഞത്? കൈവശാക്കണമെങ്കിൽ നീ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നൊന്ന് പറയാമോ? പറഞ്ഞു കൊടുത്ത കാര്യം നിസ്സാരൊരു കാര്യമാണ്. നിനക്കെന്തെങ്കിലും സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം. നീ നിന്റെ ആവശ്യമുള്ള മുതലിന് നിനക്ക് എന്ത് സ്വന്തമാക്കണോ അതിനെ നീ ഇങ്ങനെ ചെയ്യണം. ഇത് നെടുക, ഇത് കുറുക. നെടുകയും കുറുകയും വരയ്ക്കുക. എന്ത് ചെയ്യണം? നീ നിനക്കെന്തെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ മുകളിലൊരു കുരിശു വരയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് അങ്ങനെ തത്തിക്കളിച്ച് ഓടിക്കറങ്ങി വരുമ്പം വൈകുന്നേരം വന്നു കഴിയുമ്പോൾ അതിന് വിശപ്പും ഇല്ല, ഒന്നും വേണ്ട, ചെറയെന്ന് വായിന്ന് തുപ്പലെടുക്കും, ചെറിയ തലവേദന ഉണ്ടെന്ന് പറയും, കയറി കിടന്ന് ചുരുണ്ട് കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ ഒരു കുരിശ് വരയ്ക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ അസ്വസ്ഥതകൾ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഗ്യാസാണ്. വയറിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് വീർത്ത് വരും. നീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുകളിൽ ഒരു കുരിശ് വരച്ചതിന് ശേഷം ഭക്ഷണം ഭക്ഷിക്കുക. അപ്പോൾ ആ ഭക്ഷണം വിശുദ്ധമായിട്ട് മാറും. ചില ചേച്ചിമാർ 2 തേങ്ങ അരച്ചാലും കറിക്കൊരു രുചിയില്ല. അങ്ങനെ ഇരിക്കുന്ന ചേച്ചിമാർ കറിക്ക് അടുപ്പേ വെക്കുമ്പോൾ ചട്ടിയിൽ മീനൊക്കെ ഇട്ടിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നീ അതിൻ്റെ മുകളിൽ ഒരു കുരിശ് വരയ്ക്കുക. അപ്പോൾ തന്നെ നിനക്ക് ആ ആഹാര പദാർത്ഥം, നീ വെക്കുന്ന കറി എന്തോ, അത് രുചികരമായിട്ട് മാറും. ചില കുഞ്ഞുങ്ങൾ പുസ്തകം തുറന്നു വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. കുറച്ച് വായിക്കുമ്പോഴത്തേനും തല കറങ്ങുന്നു, തലവേദന, കണ്ണിന് വേദന. പുസ്തകം തുറന്നു വെച്ചതിന് ശേഷം നീ ആ പുസ്തകത്തെ ഒന്ന് കുരിശ് വരച്ച് ആ പുസ്തകത്തെ വിശുദ്ധീകരിക്കുക. അതിനുശേഷം നീ പഠിക്കുക. അപ്പോൾ നീ പഠിക്കുന്ന കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഓർമ്മയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായാലും ശരി, ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയ അബ്രഹാത്തെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി, ദൈവ ഇഷ്ടം നിറവേറ്റിയാൽ നിനക്ക് അനുഗ്രഹമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരു പ്രവാചകനിലേക്ക് പോകാം. ദൈവം കൽപ്പിച്ചിട്ടും എതിർദിശയിലേക്ക് ഒരു പ്രവാചകനുണ്ട്. അവന്റെ പേരാണ് യോനാസ്. യോനാസ് നിനവേലിലേക്ക് പോകേണ്ട യോനാസ് താർശീഷിലേക്ക് കപ്പൽ കയറി. അങ്ങനെ കപ്പല് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദൈവം ആകാശത്ത് നിന്ന് ഒരു കൊടുങ്കാറ്റ് അയച്ചു. ആ കൊടുങ്കാറ്റിൽ കപ്പൽ ഇളകി മറിഞ്ഞു. അവർ ചരക്കെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു. അവസാനം അവർ താഴെ ഇറങ്ങി വന്നു. യോനായോട് ചോദിച്ചു, യോനാ, നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക്, രക്ഷയില്ല. അവർ മുകളിൽ കയറി ചെന്നിട്ട് അവരെല്ലാവരെയും പേരെഴുതി ഒരു കുടുക്കയിലിട്ട് കിലുക്കി. അതിനുശേഷം ഒരു കൊച്ചിനോട് പറഞ്ഞ് എടുക്കാൻ പറഞ്ഞു. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, യോനായുടെ പേര് കിട്ടി. കയ്യിലും കാലിലും തൂക്കിയെടുത്ത് യോനായെ കടലിലേക്ക് എറിഞ്ഞു. ഒരു മത്സ്യം അവനെ വിഴുങ്ങി. ആ മത്സ്യം അവനെയും കൊണ്ട് യാത്രയായി. അങ്ങനെ മത്സ്യത്തിന്റെ ഉള്ളിൽ 3 ദിവസം ഇരുന്നപ്പോൾ 3-ാം ദിവസം യോനാസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതാണ് യോനായുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. യോനാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. ആരെങ്കിലും ഒന്ന് ആ പ്രാർത്ഥന ഒന്ന് വായിക്കാമോ?
മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ച് ജീവന്റെ അവസാന നിമിഷത്തിൽ രക്ഷയില്ല എന്ന് വന്നപ്പോൾ യോന പ്രാർത്ഥിച്ച പ്രാർത്ഥന, യോനാസിന്റെ പുസ്തകം 2-ാം തിരുവചനം. ആർക്കെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം. ആ യോന എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. അനന്തരം എന്ത് സംഭവിച്ചു? അനന്തരം ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം അവനെ കരയിലേക്ക് ഛർദ്ദിച്ചു. എന്താണ് ഇത്ര കടുത്ത പ്രാർത്ഥന? ഒരു കുഞ്ഞു പ്രാർത്ഥന, ഇത്രേ ഉള്ളൂ. യോന പ്രാർത്ഥിച്ചതാണ്, എൻ്റെ കർത്താവേ, ഈ മീൻ്റെ വയറ്റിൽ നിന്ന് എന്നെ ചാടിച്ചു വിട്ടാൽ ഞാൻ ഇറങ്ങി ചെല്ലുന്ന ദിവസം മുതൽ ഡെയിലി കുർബാന കണ്ടോളാം. പ്രൈസ് ദി ലോർഡ്. കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ഞാൻ അങ്ങേക്ക് ബലിയർപ്പിക്കും. ഏതെങ്കിലും നേർച്ചക്കടം കിടപ്പുണ്ടെങ്കിൽ ഞാനത് നിറവേറ്റിക്കൊള്ളാം. ഇനി ഞാൻ മറ്റൊരുവിലേക്കും പോകുകയില്ല, കർത്താവിലാണ് രക്ഷ. അങ്ങനെ യോനാസ് അല്പസമയംക്കകം യോനാസ് ഒരു കടൽ തീരത്ത് വീണു. യോന ഇറങ്ങി, ആ കടലിലിറങ്ങി ആഘോഷമായിട്ടൊന്ന് കുളിച്ചു. ദൈവമേ, എവിടെയാണ് കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, നിനവെ 3 കിലോമീറ്റർ. അവിടുന്ന് മുതൽ യോന മുണ്ടൊക്കെ കഴുകി ഉടുത്ത് മേലൊന്നോടെ മണത്ത് നോക്കി, മീൻ്റെ ഉളുമ്പ് മണം. ഒന്നോടെ ഇറങ്ങി കുളിച്ചു. അവൻ കരയ്ക്ക് കയറി സുവിശേഷം പറയാൻ തുടങ്ങി. അന്തസ്സായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പുതിയ കാര്യം പഠിപ്പിച്ചു. ദൈവത്തെ നിരസിച്ചാൽ നിന്റെ അന്തസ്സിന് കോട്ടം തട്ടും. ദൈവകൽപ്പന നിരസിച്ചാൽ, ദൈവഹിതമനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് അന്തസ്സോടെ ഭൂമിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ നിന്റെ അന്തസ്സ് പോകും. തീർന്നിട്ടില്ല. ഇങ്ങനെ അന്തസ്സിന്റെ ഉടമയായ ദൈവം, അങ്ങനെ അഭിമാനത്തിന്റെ രാജാവായ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവന് സ്വന്തമായിട്ട് രഥങ്ങളോ തേരുകളോ ഒന്നുമില്ലായിരുന്നു, ആഡംബരങ്ങളൊന്നുമില്ലായിരുന്നു. അവന് വേണ്ടി സ്വന്തം പിതാവ് ഒരുക്കിയത് ഒരു കാലിത്തൊഴുത്തിൽ മാത്രമായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, പ്രിയമുള്ളവരെ, അഭിമാനത്തിന്റെ രാജാവായ ക്രിസ്തുവിന് എവിടെയെങ്കിലും തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ? അവൻ എവിടെയെങ്കിലും തല താത്തേണ്ടി വന്നിട്ടുണ്ടോ? ക്രിസ്തുവിന് എവിടെയെങ്കിലും തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. അങ്ങനെ ക്രിസ്തു തലകുനിച്ച 5 ഇടങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആദ്യമായിട്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനം. മാത്യു 3:17. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനം. ദിസ് ഈസ് മൈ സൺ ബിലവഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. എവിടെ ഇപ്പൊ തലകുനിച്ച് നിൽക്കുന്നത്? ഇതാ ജോർദാൻ നദിയിൽ യോഹന്നാൻ പാപികൾക്ക് സ്നാനം നൽകുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അങ്ങനെ നിൽക്കുമ്പോ ഇതാ യേശു കടന്നു വരികയാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ നദിയിലേക്ക് ഇറങ്ങി. യോഹന്നാൻ കരയ്ക്ക് കയറി, നിന്നെ സ്നാനപ്പെടുത്താൻ എനിക്ക് ശക്തിയില്ല. ഉടൻ തന്നെ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സംഭവിക്കട്ടെ. യോഹന്നാന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരമുണ്ടായി. നമ്മളിങ്ങനെ വായിക്കുന്നു, ദിസ് ഈസ് മൈ സൺ ബിലവഡ്. ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. അവൻ ആരുടെ മുമ്പിലാണ് ആദ്യമായിട്ട് തലകുനിച്ചത്? പറ. അല്ല, യോഹന്നാന്റെ മുമ്പിലാണെങ്കിൽ യോഹന്നാനാ കൈയടിക്കണത്. കൈയടി മുകളിൽ നിന്നാ കേട്ട് ആദ്യമായിട്ട് അവൻ പിതാവിൻ്റെ മുമ്പിൽ തലകുലിച്ചു. എന്നിട്ട് പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ ഒരു വീണ്ടും ജനനത്തിന് ആഗ്രഹിക്കുന്നു. ഈ മാമോദീസ എന്ന് പറഞ്ഞൊരു വീണ്ടും ജനനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കിതുവരെ നമ്മൾ മുൻപ് കണ്ടതുപോലെ ഒരു വീണ്ടും ജനനത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ 1-ാം തിരുമുറിവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ 1-ാം തിരുമുറിവിനെ ധ്യാനിച്ചാൽ നിനക്ക് വീണ്ടും ഒന്ന് ജനിക്കാൻ പറ്റും. വീണ്ടും ജനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ അവൻ്റെ 1-ാം തിരുമുറിവിനെ ധ്യാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിൻ്റെ 1-ാം തിരുമുറിവാണ്. ഒരു ദൈവം സകല പ്രതാപത്തോടും കൂടെ കോടാനുകൂടി മാലാഖമാരുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം ഇതാ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് കേവലം ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തുകയാണ്. പാപികൾ മാത്രം സ്വീകരിച്ച ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ അവൻ 1-ാം തിരുമുറിവായി. സാറേ, ഒരു നാടകത്തിൽ അഭിനയിക്കാനുണ്ട്. ഉടൻ തന്നെ ചോദിച്ചു, മന്ത്രിയുടെ വേഷമാണോ? അല്ല. രാജാവിന്റെ വേഷമാണോ? അതുമല്ല. SIയുടെ വേഷമാണോ? അല്ല. ഒരു പിച്ചക്കാരന്റെ റോളാ. പറ്റുമോ നിനക്ക്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാതിരാജൻ പിച്ചക്കാരനാകണമെങ്കിൽ എത്രമാത്രം ചെറുതാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയമുള്ളവരെ, അവൻ ചെറിയവനായി യോഹന്നാന്റെ മുമ്പിൽ മുട്ടുകുത്തി. അതിന്റെ പേരാണ് അവന്റെ 1-ാം തിരുമുറിവ്. ഒരു വീണ്ടും ജനനത്തിന് ആഗ്രഹിക്കുന്നവൻ അവന്റെ 1-ാം തിരുമുറിവിനെ ചേർത്ത് വെച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ഹല്ലേലൂയ. അവന്റെ രണ്ടാം തിരുമുറിവ്, ഒന്നാം തിരുമുറിവ് അവൻ ഒരു വീണ്ടും ജന്മത്തിന് സമർപ്പിച്ചിരിക്കുന്നു. രണ്ടാം തിരുമുറിവ് അവൻ സമ്പൂർണ്ണ സമർപ്പണത്തിന് സമർപ്പിച്ചു. അത് പ്രിയമുള്ളവരെ, ഒരു പാവം പെണ്ണ്, ഒരു പാവം ചേടത്തി, ഒരു പാവം അമ്മച്ചി അവളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി ചില്ലറ കാശുകള, ഓട്ടക്കാലണങ്ങള ജെറുസലേം ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ സ്ത്രീ ഇപ്പോൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. ധാരാളം മനുഷ്യര് അവരുടെ ഒട്ടനവധി സമ്പത്ത് കൊണ്ടുവന്ന് ഈ നിക്ഷേപ പാത്രത്തിൽ ഇട്ടെങ്കിലും ഇവളെ പോലെ അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല. ഇവൾക്കുള്ളത് മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. നിനക്ക് കുമ്പസാരക്കൂട്ടി പോലും ഹൃദയം തുറന്നു പറയാത്ത കുറെ മനുഷ്യരുടെ ഇരിപ്പുണ്ട്. അവരോട് ദൈവം ആവശ്യപ്പെടുകയാ, നിന്റെ ഹൃദയം ഒന്ന് തുറക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തിന് പോലും നിന്നെ സമർപ്പിക്കാൻ പറ്റുന്നില്ലേ? അവന്റെ രണ്ടാം തിരുമുറിവ് സമ്പൂർണ്ണ സമർപ്പണത്തിന് നീക്കി വെച്ചിരിക്കുന്നു. അവന്റെ രണ്ടാം തിരുമുറിവിനെ ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന ഈശോയെ, നിന്റെ രണ്ടാം തിരുമുറിവിന്റെ എല്ലാ ശക്തിയും എന്നിലേക്ക് വർഷിക്കണമേ. എനിക്ക് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് എന്നെ പാകപ്പെടുത്തുവാൻ. മർക്കോസ് 12:41 ആ രംഗം നമ്മൾ വായിക്കുന്നത്. ഇതാ ഇവൾക്കുള്ളത് മുഴുവനും സമർപ്പിച്ചിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 41-ാം തിരുവചനം വായിച്ചുകൊണ്ട്, ആ 41-ാം തിരുവചനത്തിന്റെ ശക്തിയാൽ, നിന്റെ രണ്ടാം തിരുമുറിവിന്റെ ശക്തിയാൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് എന്നെ രൂപപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങളിലും മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലും മറ്റൊരു മനോഹരമായ രംഗം കാണുന്നുണ്ട്. അതൊന്നൊരു വിജാതീയ സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്ന് സീറോ ഫിനിഷ്യൻ സ്ത്രീ എന്നവളെ പേര് കുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമില്ല. കാര്യം ഇതാണ്, ഒരു വിജാതീയ സ്ത്രീയുടെ വിശ്വാസമാണ്. അതുപോലെ ശതാധിപനെ നോക്കിയിട്ട് ദൈവം പറയുന്നു, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഈ ഭൂമിയിൽ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അവന്റെ ഒന്നാം തിരുമുറിവ് ഒരു വീണ്ടും ജന്മത്തിന് സമർപ്പിച്ചു. അവന്റെ രണ്ടാം തിരുമുറിവ് അവൻ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് സമർപ്പിച്ചു. അവന്റെ മൂന്നാം തിരുമുറിവ് ഒരു വിശ്വാസിക്ക് സമർപ്പിച്ചു. നിനക്ക് വിശ്വാസം വരുന്നില്ലേ ഹൃദയത്തിൽ? നിന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസം വരുന്നില്ലേ? ഒരു സൗഖ്യത്തിന്റെ അനുഭവം നിനക്കുണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? പ്രിയ സഹോദര, ക്രിസ്തു ആദ്യമായിട്ട് തലകുനിച്ചവന്റെ പിതാവിന്റെ മുമ്പിലാണ്. രണ്ടാമത് അവന്റെ ശിരസൊന്ന് നമിച്ചത്, ഓ ഈ പെണ്ണ് കാശിടുന്നത് കണ്ടോ, കൊള്ളത് മുഴുവനും കൊള്ളന്നിട്ടു. മൂന്നാമത് അവൻ തലകുനിച്ചത് എവിടെയാണെന്നോ, വിശ്വസിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അവൻ തലകുനിച്ചു. ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. നിനക്ക് വിശ്വാസത്തിന്റെ വരമില്ലെങ്കിൽ നീ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ മൂന്നാം തിരുമുറിവിനെ ചേർത്ത് വെച്ച് ധ്യാനിക്ക്. അപ്പോൾ നിനക്ക് വിശ്വാസത്തിന്റെ വരം കിട്ടും. നാലാമത് അവൻ തലകുനിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോഴെല്ലാം അവൻ ഒരു തവണ തലകുനിച്ചെങ്കിൽ അവൻ 2 തവണ തലകുനിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിലാണ് അവൻ 2 തവണ തലകുനിച്ചത്. എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ഏതാണ് സംഭവം എന്ന് ഓർക്കുന്നുണ്ടോ? ജെറുസലേം ദേവാലയത്തിന്റെ മുൻപിൽ അവൻ ദൈവവചനം പങ്കുവെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാപത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ, പാപിനിയായൊരു സ്ത്രീ അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആരെങ്കിലും ആ ഭാഗം തുറന്നൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചേ. പാപിനിയായ സ്ത്രീയെ കുറിച്ചൊന്ന് വായിച്ചേ. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും തിരിച്ചു വന്നു. ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി. അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവൻ അവരോട് പറഞ്ഞു, ഈ സ്ത്രീ പാപം ചെയ്തവളാണ്. ഞങ്ങൾ തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. മോശയുടെ നിയമത്തിലും കൽപ്പനയിലും പറഞ്ഞിരിക്കുന്ന ഇവളെ കൊല്ലണമെന്നാണ്. നീ എന്ത് പറയുന്നു? അവനെ പരീക്ഷിച്ചു. ഇവൻ ദൈവമല്ലേ, ഇവൻ എങ്ങനെ വിധിക്കുന്നു കാണട്ടെ, ഒന്ന് പരീക്ഷിച്ച് കളയാം. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ.
അവൻ വീണ്ടും കുനിഞ്ഞ് 2 തവണ ഒരു പാവം ഈശോ തല കുനിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഒരു തവണയല്ല 2 തവണ. ഇതിനിടയ്ക്ക് അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ പെണ്ണിൻ്റെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തത്? എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. എൻ്റെ പൊന്നു പെണ്ണെ, നിൻ്റെ അത്രയും പാപം ചെയ്യണ ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഗുരു നമസ്തേ എന്ന് പറഞ്ഞത് തല കുനിച്ചു കൊടുത്തതാണോ എന്നെനിക്കറിയില്ല. എന്തിനാണ് അവളുടെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തത്? മറ്റൊന്നുമില്ല പ്രിയമുള്ളവര്, ഇസ്രായേലികളുടെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീയെ കല്ലെറിയുമ്പോൾ, കല്ലെറിഞ്ഞൊരു പാപിനിയെ കല്ലെറിഞ്ഞു കൊന്നാൽ കല്ലെറിയുന്നവന് സ്വർഗം കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ ഏർ എവിടെയായിരിക്കും എറിയുക? നെറ്റിത്തടത്തിൽ നോക്കിയാണ് ആദ്യത്തെ കല്ല് വരിക. അതുകൊണ്ട് ഈശോ മെല്ലെ തലകുനിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മൗന ബാക്കിയുള്ളത്. നിങ്ങൾ ആ പെണ്ണിനെ എറിയാനല്ലേ വന്നത്, പകരം എൻ്റെ നെറ്റിക്കിട്ടെറിഞ്ഞു. പാപിക്കിട്ടെറിയുന്നതും എന്നെ എറിയുന്നതും തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാപികളെ എവിടെയൊക്കെ എറിഞ്ഞാലും ആ ഏറെല്ലാം കൃത്യസ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്. നാക്കുകൊണ്ടെറിഞ്ഞാലും കല്ലുകൊണ്ടെറിഞ്ഞാലും കാശുകൊണ്ടെറിഞ്ഞാലും കൊണ്ടത് ക്രിസ്തുവിൻ്റെ നെറ്റിത്തളത്തിൽ തന്നെ. സ്ഥാനം തെറ്റിപ്പോയിട്ടില്ല. എന്താണോ അവൻ തലകുനിച്ചു നിന്നത്, അവൻ തലകുനിച്ചത് പാപികളെ എറിയുന്നതും ക്രിസ്തുവിനെ എറിയുന്നതും തുല്യമാണ്, ദൈവത്തെ എറിയുന്നതിനും. അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധി പറഞ്ഞത്, വോയിസ് ഓഫ് ദ പീപ്പിൾ, വോയിസ് ഓഫ് ദ ഗോഡ്. ജനത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ സ്വരമാണ്. വോയിസ് ഓഫ് ദ പീപ്പിൾ, വോയിസ് ഓഫ് ദ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. ഇതിനിടയിൽ അവനൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്തിനാണ് അവൻ നിലത്തെഴുതിയത്? എന്തിനാ നിലത്തെഴുതിക്കൊണ്ടിരുന്നേ? ചേട്ടന്മാർ കണ്ടിട്ടില്ലേ ചേച്ചിമാർ നിലത്തെഴുത്ത് നടത്തിയത് പണ്ട്? ചേച്ചിമാർ ചിരിക്കുന്നുണ്ട്. കാണാൻ പറ്റിയില്ല ചേട്ടന്മാരെ? എന്നായിരുന്നു ആ നിലത്തെഴുത്ത് നടന്ന ദിവസം? ഓർക്കുന്നില്ലേ നിങ്ങൾ? ചില ചേട്ടന്മാർ കണ്ടു കാണില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനൊന്നും സമയം കിട്ടി കാണില്ല. എന്തായാലും ശരി, യേശു നാണിച്ചിട്ടൊന്നും എഴുതിയതല്ല. യേശു എന്തിനാണ് എഴുതിയത്, എന്താണ് എഴുതിയത്? പ്രിയമുള്ളവരെ, അക്കാലത്തെ നിയമപ്രകാരം, റോമൻ നിയമമാണ് അന്ന് ജെറുസലേമിൽ നിലവിലിരുന്നത്. റോമൻ നിയമപ്രകാരം ഒരു വ്യക്തിയെ വിധിക്കുന്നതിന് മുമ്പ് വിധിവാചകം എഴുതണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവൻ വിധിവാചകം നിലത്തെഴുതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് എഴുതിയത്? ക്രിസ്തു ആരാണെന്നറിഞ്ഞാൽ എന്താണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നേ പറയാനുള്ളൂ, ക്രിസ്തുവിനെ നോക്കി മാലാഖമാർ പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. മീൻകാരനാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മീൻ കിട്ടിയാനേ. കലങ്കാരനാണ് പിറന്നതെങ്കിൽ കലം കിട്ടിയാനെ. ഇതാ നിങ്ങൾക്കായി ഒരു സ്വർണ്ണപ്പണിക്കാരൻ പിറന്നിരിക്കുന്നു, സ്വർണം കിട്ടിയാനെ. പക്ഷേ ഇപ്പോൾ ആരാ പിറന്നിരിക്കുന്നത്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അവൻ നിലത്തെഴുതി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആര് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു? ആര് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു? മഗ്ദലേന രക്ഷിക്കപ്പെട്ടു. അവൾ വന്നത് പാപിനിയായിട്ട്, മരണത്തിന് തുല്യമായിട്ട് വന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അവളുടെ പേരിലാണ് എറണാകുളം മരടിലെ പള്ളി. അവളിപ്പോൾ ആരായി മാറി? വിശുദ്ധയായി മാറി, രക്ഷിക്കപ്പെട്ടു. പക്ഷേ സാധാരണഗതിയിൽ അക്കാലത്തെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അറിയാം, ആട്ടുംതോൽ വരുത്തിയിട്ട് തൂലികയിലാണ് വിധി എഴുതുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവൻ നിലത്തെഴുതിയത്? അതിനൊരു കാരണമുണ്ട്. അത് ഇന്നത്തെ കാരണമല്ല, ഇത്തിരി പഴയ കാരണമാണ്. എന്താ പറഞ്ഞത്? ആദത്തോട് ദൈവം പറഞ്ഞു, നീ മൂലം ഈ ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. യേശു ഭൂമിയുടെ മേൽ എഴുതി വെച്ചു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആര്? ഈ ഭൂമി മുഴുവനും ഒന്നാം ആദം മൂലം ശപിക്കപ്പെട്ട ഭൂമി രണ്ടാം ആദമായ ക്രിസ്തു മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി മുഴുവനും അവന്റെ പാദസ്പർശത്താൽ. അതുകൊണ്ടല്ലേ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശക്തമായ രോഗബാധിതനായിട്ടൊന്ന് കുനിയാൻ പോലും പറ്റില്ലായിരുന്നിട്ടും ആ പാവം ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഈ ഭൂമിയെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അവസാന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന വൈദികര് മണ്ണ്, ഈ ഭൂമി എവിടെ ചെന്നിറങ്ങുന്നു ആ രാജ്യത്ത് നിന്ന് മണ്ണ് ഒരു പാത്രത്തിൽ എടുത്തു കൊടുക്കും. അത് ചുംബിച്ചാണ് ആദ്യമായിട്ട് ആ രാജ്യത്തേക്ക് വരുന്നത്. മാർപ്പാപ്പയ്ക്കറിയാം, ഈ ഭൂമി ക്രിസ്തുവിന്റെ കയ്യൊപ്പ് വീണ ഭൂമിയാണിത്. അവന്റെ കൈവെപ്പ് വീണ ഭൂമിയാണിത്. അവൻ രക്ഷിച്ച ഭൂമിയാണിത്. നശിപ്പിക്കല്ലേ ഈ ഭൂമിയെ നീ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവന്റെ കയ്യൊപ്പിനാൽ അവൻ എഴുതി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ ക്രിസ്തു വീണ്ടും
നാലാമത് അവന്റെ 4-ാം തിരുമുറിവ് പാപിക്ക് കൊടുത്തിരിക്കുന്നു. നീ ഒരു പാപിയാണെന്ന് ഏറ്റു പറയാൻ നിനക്ക് കഴിയുന്നില്ലേ? ക്രിസ്തുവിന്റെ 4-ാം തിരുമുറിവിനെ ചേർത്ത് വെച്ച് ധ്യാനിച്ചാൽ നിനക്ക് പാപിയാണെന്ന് ഏറ്റു പറയാനുള്ള ശക്തി ലഭിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കരമടിച്ച് കർത്താവിന് നന്ദി പറ. ഇനി ഒരു തിരുമുറിവാണ് അവശേഷിക്കുന്നത്. അവൻ വീണ്ടും അഞ്ചാമതൊരിക്കൽ കൂടി തല കുനിച്ചു. 1 അല്ല 12 തവണ തല കുനിച്ചു. 5-ാം തിരുമുറിവ് ഏതാണ്? ഏതാ 5-ാം തിരുമുറിവ്? അവന്റെ മാർവിലെ മുറിവിലേക്ക് നോക്ക് നിങ്ങൾ. 5-ാം തിരുമുറിവ് ശിഷ്യർക്ക് കൊടുത്തു. നിനക്കൊരു ശിഷ്യനാകണോ? അങ്ങനെ ആകണമെങ്കിൽ നീ 5-ാം തിരുമുറിവിനെ ചേർത്ത് വെച്ച് ധ്യാനിക്കണം. അവൻ 12 തവണ തലകുനിച്ചു. 1 തവണയല്ല, 12 തവണ തലകുനിച്ചു. അത് കാണണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് പോകണം. വേണ്ട, അവിടം വരെ പോകാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ നിനക്ക് മറ്റൊരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. അത് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോയാ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ ലാലാല 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 ലാലാല. എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് പാടാം. താലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പത്രോസ് പറഞ്ഞോ, എന്റെ പാദം മാത്രം കഴുകരുത് ഗുരു, എന്റെ പാദം കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ എനിക്ക് നിന്നോടൊരു ബന്ധമില്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല. അത്രേ ഉടൻ തന്നെ പത്രോസ് പറഞ്ഞു, എന്നെ മുഴുവനും കഴുകണമേ. എൻ്റെ പത്രോസെ, നിന്നെ കുളിപ്പിക്കാൻ വന്നതല്ല ഞാൻ, നിന്റെ കാലൊന്ന് പിടിച്ചോട്ടെ. 3 വർഷം കൂടെ നടന്ന് വിശക്കുന്നതിന് ഭക്ഷണം, നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹം എല്ലാം കൊടുത്തിട്ട് ഈശോ പോകാൻ സമയത്ത് കാണിച്ചു കണ്ടോ? അവരുടെ കാലൊന്ന് കഴുകിയിട്ട് ആ പാദം ഒന്ന് ചുംബിച്ചിട്ട് പോകാൻ, കാല് പിടിച്ചിട്ട് പോകാൻ ആഗ്രഹം യേശുവിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകുന്നെങ്കിൽ നിങ്ങളും പോയിട്ട് അങ്ങനെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ, എൻ്റെ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്, ബാബു നീ അപ്പച്ചൻ ഇച്ചിരി കരട്ടയും ഗുസ്തിയൊക്കെ കേട്ടോ. അപ്പച്ചന് ഇത്തിരി പൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ എളിയിലൊരു കൊച്ചു വിച്ചാത്തിയുണ്ട്. അത് റോട്ടിലെടുത്ത് കുത്തിയിട്ട് അപ്പച്ചൻ അവിടെ വന്നിട്ട് ചുവട് വെച്ച് അടിക്കാൻ തുടങ്ങും. ചുവട് വെച്ച് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. ആരുണ്ടാ ധൈര്യമുള്ളവൻ ഈ കത്തി ഒന്ന് ഊരാൻ? അങ്ങനെ അപ്പൻ കോമഡി അവതരിപ്പിക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ബാബു ആരെങ്കിലും അടിയും കൊണ്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിച്ച് പുറത്താക്കും. നീ 2 എണ്ണം കൊടുത്തിട്ട് വരാം, ബാക്കി കാര്യം അപ്പം നോക്കിക്കോളാം. മോനെ, ആരുടെ മുമ്പിലും തല കുനിക്കരുത്. അങ്ങനെയല്ലേ നമ്മൾ മക്കളെ പഠിപ്പിക്കണേ? ആരുടെ മുമ്പിലും തല കുനിക്കരുത്. ഈ ലോകത്തിൻ്റെ മനുഷ്യനെ തല കുനിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തു ഭൂമിയെ പഠിപ്പിക്കുന്നു. എന്തിനാ? തലയൊന്ന് കുനിച്ചു കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തു ഭൂമിയോട് പറഞ്ഞു, ക്രിസ്തു ഭൂമിയെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? കിട്ടുന്നതൊക്കെ ഭക്ഷിച്ചിട്ട് സംതൃപ്താകുക. കിട്ടുന്നതൊക്കെ. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? എന്താണ്? കിട്ടുന്നത് ഭക്ഷിച്ചോളുക. അതാ നമ്മൾ വായിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം, അതിൻ്റെ അവസാന ഭാഗം. വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ, അതിനുശേഷം ഒരു ആമേൻ പറയുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്പം മുമ്പ് നിങ്ങൾ കേട്ടില്ലേ, ബെന്നിയുടെ സാക്ഷ്യം കേട്ടില്ലേ? ബെന്നി പിറന്നു വീണ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബെന്നിയുടെ അമ്മ മരിച്ചുപോയി. അമ്മ രോഗിയായിട്ട് മരിച്ചുപോയി. അവൻ്റെ വലിയ ദുഃഖം. എല്ലാവരും അവനെ കാണുമ്പോൾ പറയും, ഇവനാ അമ്മയെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയും. അതാ ബെന്നിയുടെ ഏറ്റവും വലിയ വേദന. ബെന്നി ദൈവത്തോട് ചോദിക്കും. ബെന്നിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച അതായിരുന്നു. എന്തുകൊണ്ട് ദൈവമേ എൻ്റെ അമ്മയെ നീ തിരിച്ചു വിളിച്ചു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള, എനിക്ക് വളരെ സ്നേഹിതനായ ഒരു വൈദികനുണ്ട്.
വൈദികൻ പറന്നു വീണു. അപ്പം നല്ല പ്രായമുള്ള അച്ഛനാ. അച്ഛൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇതായിരുന്നു. അച്ഛൻ വലിയ സങ്കടത്തോടെ ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ അമ്മയെ വിളിച്ചത്? പിറന്നു വീണ് നിസ്സാര ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചുപോയി. അതും അമ്മയ്ക്ക് അന്നത്തെ കാലത്ത് വസൂരി രോഗമായിരുന്നു. വസൂരി രോഗം ബാധിച്ച് മരിച്ചു കിടക്കുന്ന അമ്മയെ നോക്കി, മരിച്ച് കാണാതെ പോയി, അവനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അച്ഛനെ നോക്കിയിട്ട് എല്ലാവരും പറയും, ഇവനാ അമ്മയെ വെച്ച് വാർത്തതുപോലെയാണ് ഇരിക്കുന്നത്. അന്നു മുതൽ ഈ ലോകത്തോടും ദൈവത്തോടു പോലും മനസ്സിലൊരു വെറുപ്പുമായിട്ട് അച്ഛൻ നടന്നു. പക്ഷേ അച്ഛന് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു വിളി ലഭിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ സംഭവം, എൻ്റെ കണ്ണുകൾ ഈറനടിഞ്ഞിട്ടുണ്ട്. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് അച്ഛൻ്റെ വീട്ടിലെ തൊഴുത്തിൽ ധാരാളം പശുക്കളുണ്ട്. 2 വയസ്സ് 2.5 വയസ്സുള്ളപ്പോൾ, 2 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മെല്ലെ എല്ലാവരെയും കണ്ണു വെട്ടിച്ച് നേരെ 4 കാലിൽ തൊഴുത്തിലേക്ക് ചെല്ലും. തൊഴുത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ്റെ പശു എന്ത് ചെയ്യും? പശു ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പാകത്തിന് വെച്ച് കൊടുക്കും. അച്ഛൻ ആ പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് അങ്ങനെ വലിച്ചു കുടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്തിരി പാല് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ പോകുന്നതാ. അച്ഛൻ എന്നിട്ട് അച്ഛൻ വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു. ബ്രദറായിരിക്കെ ഒരു ദിവസം സക്രാരിയുടെ മുമ്പിൽ ഒരു ഗ്രോട്ടോയിലിരുന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ അമ്മയെ നീ തിരിച്ചു വിളിച്ചത്? അന്ന് അച്ഛൻ ഒരു സ്വരം കേട്ടു ആ സക്രാരിയിൽ നിന്ന്. ആ സ്വരമാണ് അച്ഛൻ്റെ മാനസാന്തരത്തിന് വഴിതെളിച്ചത്. അച്ഛനോട് ഇങ്ങനെ ദൈവം പറഞ്ഞു, ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ വിശുദ്ധ ജീവിതത്തിന്, നിന്റെ കുടുംബത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിന് ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ ആവശ്യമായിരുന്നു. അവളിപ്പോൾ സ്വർഗത്തിലിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏതോ ഒരു സ്വപ്നത്തിൽ നിന്ന് എന്ന പോലെ അച്ഛൻ എഴുന്നേറ്റു. അച്ഛൻ്റെ മേൽ പുതിയൊരു ശക്തി ദൈവം നിറച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവം തരുന്നതിനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുക എന്നതാണ് ഒരു ശിഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം. ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശു പറഞ്ഞു കൊടുത്തു, 72 പേരെ അയച്ചപ്പോൾ അവർക്ക് കൊടുത്ത പ്രധാനപ്പെട്ട ഉപദേശം, ദൈവം നൽകുന്നത് സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താ? ഈ ലോകം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ കാണുന്നുണ്ട്, പീലാത്തോസ് ലോകം എന്താ കാണിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. ഈ ലോകത്തിൻ്റെ മനുഷ്യൻ കൈ കഴുകിയ മനുഷ്യനെ കാണിച്ചു. ക്രിസ്തു ഭൂമിയെ കാല് കഴുകി കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല ചേട്ടാ, ഒന്ന് തലകുനിച്ചു കൊടുത്താൽ തീരാത്തായിട്ട് നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത്? എൻ്റെ ചേച്ചി, ഒന്ന് തലകുനിച്ചാൽ തീരാത്തായിട്ട് എന്താ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം? ഈശോയുടെ ഹിതമതായിരുന്നു. ഈശോ ഭൂമിയെ കാണിച്ചു കൊടുത്തു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണെങ്കിലും ഞാൻ ഈ മനുഷ്യരുടെ പാദം കഴുകിക്കൊണ്ട്, പ്രിയപ്പെട്ട ശിഷ്യരെ നിങ്ങളുടെ പാദം കഴുകിക്കൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ പാദം കഴുകിക്കൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു പുതിയ മാതൃക നൽകുന്നു. ഞാൻ നിങ്ങൾക്കൊരു പുതിയ മാതൃക നൽകുന്നു. 13-ാം അധ്യായം. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. നിങ്ങൾ വിളിച്ചത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് ഞാൻ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. പ്രിയമുള്ളവരെ, ഒരു കുട്ടിയെ നല്ല അടിയൊക്കെ കൊടുത്ത് സാറ് പഠിപ്പിച്ചു. സാറിനൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇവനൊരു ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്ന്. അല്ല, അവനൊരു റാങ്ക് മേടിക്കണമെന്ന്. സാറിൻ്റെ ആഗ്രഹം തെറ്റിയില്ല. അവന് ഒത്തിരി വേദനയുണ്ടായിരുന്നു. സാർ ഇടയ്ക്കിടയ്ക്ക് അവനോട് കോപിക്കുമായിരുന്നു. അവന് ഒത്തിരി വേദനയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം റാങ്ക് മേടിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് വന്നു. വലിയ സന്തോഷത്തോടെ സാർ അവനെ സ്വീകരിച്ചു. അങ്ങനെ ആ റാങ്കിൻ്റെ പേപ്പറും വാങ്ങി അവൻ ഇറങ്ങിപ്പോകുമ്പോൾ, സർട്ടിഫിക്കറ്റും വാങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ സാറ് പറഞ്ഞു, മോനെ ഒന്ന് നിന്നേ. അവനോട് നിന്നു. അവിടെ തന്നെ സാറ് മുട്ടുകുത്തിയിട്ട് അവൻ്റെ പാദത്തിലേക്ക് വീണിട്ട് അവനോട് പറഞ്ഞു, ഈ സാറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ മോനെ. അവിടെ നിങ്ങൾ കരുതുന്നുണ്ടോ അവിടെ സ്തോത്രഗീതം ഉയരും, സന്തോഷത്തിൻ്റെ പാട്ട് ഉയരുന്ന് കാണുന്നുണ്ടോ? സാറും ഗുരുവും ശിഷ്യനും കരഞ്ഞു പോകും. അത് പ്രിയമുള്ളവരെ, ചില അപ്പച്ചന്മാർ കഷ്ടപ്പാട് കഴിച്ച് പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടും. ചിലപ്പോൾ പറമ്പിൻ്റെ ഒരു മൂലയൊക്കെ വിറ്റിട്ടായിരിക്കും കെട്ടിച്ചു വിടുന്നത്. അങ്ങനെ വേണ്ടതൊക്കെ ഒരുക്കി പെണ്ണിനെ കല്യാണം കഴിച്ചു വിട്ട് ഒരു 4-ാം വിരുന്നില്ലേ, 4-ാം വിരുന്നിന് പെൺകുട്ടിയെ അവർക്കുള്ള വീതമൊക്കെ കൊടുത്ത് പെട്ടിയൊക്കെ മേടിച്ച് അവരെ പറഞ്ഞയക്കുമ്പോൾ കണ്ടിട്ടില്ലേ നിങ്ങൾ, അമ്മച്ചി എങ്ങനെയാണ് കരയേണ്ടതെന്ന് ട്രയൽ എടുക്കും.
തലേദിവസം തന്നെ ആ സമയത്ത് കരയാനുള്ളതിന് ട്രയലൊക്കെ എടുത്ത് അമ്മച്ചി റെഡിയാകും. അപ്പച്ചൻ തലേദിവസമൊക്കെ കരച്ചിൽ തീർത്തിട്ട് ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞൊരു തോർത്തൊക്കെ തോളയിലിട്ട് നിൽക്കും. ആ സമയത്ത് ഈ ചേച്ചിമാർ ഇറങ്ങിപ്പോകുമ്പോൾ, എൻ്റെ ചേച്ചിമാരെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? പോട്ടെ എന്ന് പറഞ്ഞോ, വരട്ടെ എന്ന് പറഞ്ഞോ, പോയി വരട്ടെ എന്ന് പറഞ്ഞോ? ആരാ പോയി വരട്ടെ എന്ന് പറഞ്ഞ ആള്? ഒന്ന് കേക്കട്ടെ. ആ വീട്ടിൽ വെല്ലുമ്മച്ചി ഇല്ല. വെല്ലുമ്മച്ചിന്റെ ഈ മോന്തയുടെ ഷേപ്പ് മാറിയാനേ. പോയിട്ട് അവിടുന്ന് കൂടും പൊളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നേ. സമ്മതിക്കുവോ? പ്രൈസ് ദി ലോർഡ്. പോട്ടെ എന്ന് പറഞ്ഞാൽ മേലാൽ ഈ വീട്ടിൽ കയറൂല. അത് സമ്മതിക്കുവോ? വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകൂല, അതിനിപ്പുറം തന്നെ ഇങ്ങോട്ട് വരുന്നു. സമ്മതിക്കുവോ? ഒന്നുമില്ല. പോരാൻ നേരത്തൊരു സ്തുതി, എന്നിട്ട് തിരിഞ്ഞിങ്ങനെ ഒന്ന് നോക്കും. 25 വർഷം കഴിഞ്ഞ വീടല്ലേ, ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോരണ്ടേ? പോട്ടെ എന്ന് പറഞ്ഞോ, വരട്ടെ എന്ന് പറഞ്ഞോ, പോയി വരട്ടെ എന്ന് പറഞ്ഞോ, ഒന്നും പറഞ്ഞില്ല. വലിയ വലിയ കാര്യം നടക്കുമ്പോൾ ഒച്ചയും ബഹളമൊന്നുമില്ല. ഒന്ന് നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോ ആ മോളുടെ അടുത്തേക്ക് അപ്പച്ചൻ ചെന്നിട്ട് മുട്ടുകുത്തിയിട്ട് പറയാ, മോളെ ഈ അപ്പച്ചന് ഒന്നും തരാൻ പറ്റിയില്ലടി. അപ്പച്ചന് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് ക്ഷമിക്കണേന്ന് പറഞ്ഞ അവിടെ സ്തോത്രഗീതം ഉണ്ടാവുമോ? യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക, സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവൻ ഒലിവുമലയിലേക്ക് പോയി. ഇന്ന് സ്തോത്രഗീതം ഒന്നും അല്ല, അവിടെ കൂട്ടക്കരച്ചിലുകൾ ഉയർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ഗുരു. എന്നിട്ട് പറയാ, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. ശരി തന്നെ, പക്ഷേ ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവും തന്നെ. എങ്കിലും ഞാൻ നിങ്ങളുടെ പാദം കഴുകി കാണിക്കുകയാണ്. നിങ്ങളും പോയിട്ട് അങ്ങനെ ചെയ്യേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പം തന്നെ ഒരു തീരുമാനം എടുക്കുക, വിട്ടുകൊടുക്കുക. ബലപ്രയോഗം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ല. വീണ്ടും അവൻ ഒരിക്കൽ കൂടി തലകുനിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 5ാമതൊന്ന് തലകുനിച്ചു. അത് മറ്റെവിടെയുമല്ല, കുരിശിലാണ്. ആരുടെ മുമ്പിലാണ് തലകുനിച്ചിരിക്കുന്നത്? ആരുടെ മുമ്പിലാണ് യേശു തലകുനിച്ചത്? ഇതാ ഇപ്പോൾ നിന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നു. എവിടെയാ തലകുനിച്ചിരിക്കുന്നത്? ഇതാ നിന്റെ മുമ്പിൽ ഇപ്പൊ തലകുനിച്ച്. ഐ ആം ദ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ആൻഡ് നോക്കിംഗ്. ഞാനിതാ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. അവനിപ്പോൾ വാതിൽക്കൽ വന്നിരിക്കുകയാണ്. ഐ ആം സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ആൻഡ്, നിന്റെ ഹൃദയ കവാടത്തിൽ അവനിപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവനെ വേണമെങ്കിൽ നിനക്ക് നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിലേക്ക് സ്വീകരിക്കാം. അത് എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 42-ാം തിരുവചനം. പിതാവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിന്നെ ഏറ്റെടുക്കുവാൻ കർത്താവ് സന്നദ്ധനാണ്. പരിപൂർണമായും യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊരു നിമിഷം കർത്താവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാ രോഗികളുടെ മേലും കർത്താവേ നീ കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെ മീതെ ചവിട്ടി നടക്കാൻ നീ പരിശീലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥകളും ഭാരങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചകളും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ സ്പർശിക്കണമേ. തകർന്നു കിടക്കുന്ന മക്കളെ നീ ഉണർത്തണമേ. കർത്താവേ കടബാധ്യതയിൽ പെട്ട് കിടക്കുന്ന മക്കളെ മോചിപ്പിക്കണമേ. തൊഴിൽ തകർച്ച അനുഭവിക്കുന്ന മക്കളെ നീ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ ദൈവാനുഭവമാണ് ഈ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് വേറൊരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. അതെൻ്റെ ചാച്ചനാണ്. പേര് ജോസഫ്. ചാച്ചൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശനിയാഴ്ച ഞാൻ തൊഴിലുറപ്പ് ഡീപ്പോളിൽ ചാച്ചനെ കൊണ്ടുവന്നിരുന്നു. 25 വർഷം കൂടി എൻ്റെ ചാച്ചൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ദിവസമാണ്. അതിനുശേഷം അവിടെ വലിയൊരു അത്ഭുതം കൂടെ നടന്നു. ധ്യാനത്തിന് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചാച്ചൻ ധ്യാനത്തിന് വരാൻ സമ്മതിച്ചു. എനിക്ക് 1-2 കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ വെക്കേഷന് വരുന്നതിന് മുമ്പ് 2 ഡോക്ടേഴ്സ് 4 സർജറി സജസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇനി എനിക്ക് ഹോസ്പിറ്റലിന് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകാനൊരു ഉദ്ദേശവുമില്ല. കാരണം എൻ്റെ സൈനസിന് എനിക്ക് സ്മെല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്ര രൂക്ഷമായ മണമാണെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇന്നലെ ആരാധനയ്ക്ക് ശേഷം എനിക്ക് നല്ലതുപോലെ എല്ലാ സ്മെല്ലും കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ
എനിക്ക് ബാലൻസിന് പ്രശ്നം ഉണ്ടായിരുന്നു. പെരിഫറൽ വെർട്ടിഗോ എന്നാണ് എൻ്റെ CT ബ്രെയിനിലെ റിസൾട്ട്. കണ്ണടച്ചാൽ ഞാൻ വീഴും, ബാലൻസ് കിട്ടില്ലായിരുന്നു. ഇന്നലെ ആരാധനയ്ക്ക് ശേഷം ബ്രദേഴ്സ് എല്ലാം പറയും കണ്ണടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ കണ്ണാദ്യം അടയ്ക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കണ്ണടച്ചിട്ട് പിടിച്ചു നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, എനിക്ക് കണ്ണടച്ച് നിന്നിട്ട് യാതൊരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ പാടും, ഇവിടെ എല്ലാവരും കേട്ട് കാണും. പക്ഷെ എൻ്റെ വോക്കൽ കോഡിൽ 2 നോഡ്യൂൾസ്, ട്യൂമർ പോലെയുള്ള 2 നോഡ്യൂൾസ് ഉണ്ട്. ഇവിടെ ഉള്ള നഴ്സസിന് അറിയാമായിരിക്കും, ട്യൂമർ പോയിട്ട് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും സ്വരം മെയിൽ വോയിസ് ആയിരിക്കും, കറകറാന്നിരിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട ബാബബ്രദറും ബഹുമാനപ്പെട്ട അച്ഛനും ജഗനച്ഛനും സൗദിയിൽ വന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് എൻ്റെ മെയിൽ വോയിസിന്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന 5 സഹോദരങ്ങൾക്കും അറിയാവുന്ന കഥയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് പാടാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിസി, മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് നടുവിന് ഡിസ്കിനുള്ളിൽ വെയിൻ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഡിസ്കിനുള്ളിൽ 4 ഹോളുണ്ടായിരുന്നു. ഈ ലോകത്ത് മരുന്നില്ല, ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം വിദ്യ എഴുതിയതാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റി, കൈ പിടിക്കാൻ നടക്കാൻ പറ്റി, ഇന്ന് മുട്ടുകുത്തി ഇരിക്കാൻ പറ്റി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. കാഞ്ഞിരപ്പള്ളി രൂപത പൊൻകുന്നത്ത് നിന്ന് വരുന്നു. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, ഇത് ഞങ്ങളുടെ ഒരേ ഒരു മോള്. ഞാൻ ഷാർജയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ധ്യാനം തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരുന്നു. ഏതായാലും ആരാധനാ സമയത്ത് തിരുത്തിന് മുമ്പിൽ, മാതാവിൻ്റെ മുമ്പിൽ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞു, കുഞ്ഞിൻ്റെ പനി പോയി. കരയുന്ന ഇടവഴി, ഉൾപ്പടത്തിൽ പന്നിക്കുട്ടിൽ പെരുവഴി, മനംനൊന്ന് കരയുന്ന ഇടവഴി, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നോ, ആശ്വാസത്തിൽ തളരി പരിഹരിച്ചു.